ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ബിസ്മില്ലാഹ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഒരു ഫേമസ് വാക്കുണ്ട്, ലേൺ നോളജ്, അറിവ് പഠിക്കും. കാരണം അറിവ് പഠിക്കുന്നത് ഇറ്റ്സ് എ വർഷിപ്പ്, ഒരു ആരാധനയാണ്. അതുപോലെ അറിവ് പഠിക്കുന്നത് ഒരു ജിഹാദാണ്. അറിയാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സദക്കയാണ്. അറിവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നത് ജിഹാദാണ്. അതുപോലെ അറിവ് പുതുക്കുന്നത് ഒരു തസ്ബീഹാണ്. മാഷാ അല്ലാഹ്, ഗ്രേറ്റ് വേർഡ്. സോ ഞാൻ എല്ലാ ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാനത് ഓർക്കാറുണ്ട്. മാത്രമല്ല, ഇതിൻ്റെ സുബ്ഹാനല്ലാഹ്, ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ടു ദ വേൾഡ്, ജനങ്ങൾക്ക് നന്മ ചെയ്യുക, അത് അറിവ് കൊണ്ട് നന്മ ചെയ്യുക, ദാറ്റ്സ് എ ഗ്രേറ്റ്, വലിയൊരു സംഗതിയാണ്. അഹ്ലുസുന്ന ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, എന്നെ അക്ഷരം പഠിപ്പിച്ച എൻ്റെ മാതാപിതാക്കൾ, അവരെ ഞാൻ ഈ എല്ലാ ക്ലാസ്സിൻ്റെ സമയത്തും, മരിച്ചുപോയ എൻ്റെ പിതാവിനെ ഞാൻ ഓർക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ്. യെസ്, നമ്മൾ ആൾറെഡി ഇതിലുള്ള മെമ്പേഴ്സ് രണ്ട് ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. അതിലുള്ള ആളുകൾ ഇതിലുണ്ട്, പുറത്തുള്ള ആളുകളുണ്ട്. സോ പുതിയ ആളുകൾക്കും അല്ലാത്തവർക്കും മോസ്റ്റ് വെൽക്കം ടു അവർ ലൈഫ് കോച്ചിങ് സെഷൻ. ഇന്ന് നമ്മൾ നമ്മളെ ജൂനിയർ ബാച്ചിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം എടുക്കുകയാണ്. ഈ ഭാഗത്തിൻ്റെ മുമ്പും പിമ്പും അല്പം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ. ഇപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന ഭാഗത്തിൻ്റെ മുൻഭാഗവും പിൻഭാഗവും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് കോച്ചിങ് എന്താണെന്നൊരു കംപ്ലീറ്റ് ഇൻട്രൊഡക്ഷൻ കിട്ടും. മാത്രമല്ല, ഇതിലുണ്ട് മിസ്റ്റർ സുധീർ, എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു ക്ലാസ്സിൻ്റെ കുറച്ച് റെക്കോർഡ് തരുമെന്ന്. അപ്പോഴാണ് എനിക്ക് ഐഡിയ തോന്നിയത്, എന്നാൽ പിന്നെ ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കാമല്ലോ. അദ്ദേഹത്തിന് രാവിലെ അഡ്മിഷൻ കൊടുക്കും, എന്നാൽ പിന്നെ എന്തുകൊണ്ട് വേറൊരു കൊടുത്തുകൂടാ, എന്നാൽ പിന്നെ ഗ്രൂപ്പിലിട്ടു. ഇതാണ് നമ്മുടെ മുമ്പിലൊരു വിഷയം വരുന്ന സമയത്ത് ഇഫ് യു അപ്രോച്ച് ഇറ്റ് പോസിറ്റീവ്ലി, അത് വലിയൊരു ഓപ്പണിങ്ങിലേക്ക് എത്തും. എന്തൊരു സാധനം നമ്മുടെ മുമ്പിൽ വന്നാലും അതിനെ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള സാധനമുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഓപ്പൺ ടു എ ബിഗ്. സോ അൽഹംദുലില്ലാ, അങ്ങനെ ഞാനിത് ചെയ്തു, പബ്ലിഷ് ചെയ്തു, പോസ്റ്റ് ഉണ്ടാക്കി വിട്ട്. ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ പങ്കെടുക്കാൻ പറ്റില്ല, റെക്കോർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യെസ്, ബിസ്മില്ലാ. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാവുന്നത് റീഇൻവെന്റിങ് യുവർ സെൽഫ് ബൈ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ്. ഈ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ്, നമ്മുടെ അടിത്തറയെ മാറ്റുക എന്ന് പറയും. ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടിത്തറയെ നമ്മൾ മാറ്റുക. മീൻസ് എങ്ങനെയാണ്? ഇപ്പോൾ നോക്ക്, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്, നമ്മൾ പുസ്തകത്തിന്റെ മേലെ ചവിട്ടി കയറി പോവാം. ദാറ്റ് മീൻസ് പുസ്തകങ്ങൾ ഓരോന്ന് പഠിച്ച് പുസ്തകങ്ങൾ ബാക്കോട്ട് തള്ളി നമ്മൾ മുന്നോട്ട് പോകാം. ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ബേസ്മെന്റ് തറയോടുകൂടി ഇളകാതെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ കാർ പോർച്ചും മറ്റും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വെക്കുന്ന സംവിധാനമുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ ഒന്നും ഇളകാതെ നമ്മൾ അതിൻ്റെ ബേസ് മാറ്റുന്ന, യാനി ലൈഫ് കോച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളാകുന്ന നമ്മൾ, പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ബേസ് കുറേ സാധനങ്ങൾ മാറ്റും. വേണ്ടാത്തതെല്ലാം എടുത്ത് ഒഴിവാക്കി പുതിയ തറയിലേക്ക് നമ്മളെ പുതിയ തറയിലേക്ക് വെക്കുന്നതാണ് ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാഹ്. യെസ്, people's self-worth, self-esteem and how they perceive themselves are mainly influenced by how others perceive them and what others believe of their opinion. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം, അതാണ് സെൽഫ് കോൺസെപ്റ്റ്. നമുക്ക് നമ്മളെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനൊരു മോശക്കാരനാണല്ലേ, ഞാൻ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെയായില്ലേ, എന്താ ചെയ്യുക എൻ്റെ ജീവിതം, ഞാൻ എന്ന് തുടങ്ങിയ കഷ്ടപ്പെട്ടത്, എല്ലാം സുന്ദരമായ വാക്കായിരിക്കും, പക്ഷേ എല്ലാം നെഗറ്റീവാണ്. നിങ്ങളെ തകർത്തുന്ന നിങ്ങൾക്ക് കൂടുതൽ പരാജയങ്ങൾ വരുത്തുന്ന സാധനങ്ങൾ ഇതെല്ലാം. സോ സെൽഫ് കോൺസെപ്റ്റ്. വലൈഹിസ്സലാം വബറകാതുഹു.
സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു വിശ്വാസം അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് സെൽഫ് എസ്റ്റീം ആയിരിക്കണം. സെൽഫ് എസ്റ്റീം എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള നല്ല അഭിമാനബോധം, അഹങ്കാരമല്ല, ദുരഭിമാനമല്ല, അഭിമാനബോധം. അതിന് എർള് എന്നാണ് അറബിയിൽ ഹദീസിൽ വന്നിട്ടുള്ളത്. എർള് ഇസ്സത്ത് എന്ന് പറയാമാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു അഭിമാനം, ആത്മാഭിമാനം. ഓക്കെ, അത് നമുക്ക് എത്രത്തോളം ഉയർത്താൻ പറ്റുമോ അത്രത്തോളം ഉയർത്തി നമുക്ക് പോകാൻ പറ്റും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആത്മാഭിമാനം, സെൽഫ് ഇസ്സത്ത് എന്ന് പറഞ്ഞ സാധനം ഉയരുന്നതിൻ്റെ മേലെ നമുക്ക് പോകാൻ കഴിയില്ല. എത്രത്തോളം എനിക്ക് പോകണോ അത്രത്തോളം ഞാൻ ഉയർത്തിയേ പറ്റൂ. അങ്ങനെ ഉയർത്തിയാൽ ഇൻഷാ അല്ലാഹ്, ആ ഉയർത്തിയാൽ അതാണ് പിന്നെ എൻ്റെ ബലം എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് നമ്മൾ ഈ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റിന്റെ മുമ്പ് ഒന്ന് ജനറലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ബാച്ചിൽ നമ്മുടെ സ്റ്റുഡൻസിന് ഇതൊന്ന് റീകളക്ട് ചെയ്യുവാനും അതുപോലെ പുതിയ മെമ്പേഴ്സിന് ഇത് മനസ്സിലാകുവാനും. അതുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും വലിയ അഭിപ്രായം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വീക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളെക്കുറിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായം നമ്മളെ തലയിൽ കയറും. അതോടുകൂടി ദേ ആർ കൺട്രോളിങ് അസ്, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. മനസ്സിലാക്കുക, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം വീക്കാണെങ്കിൽ, മോശമാണെങ്കിൽ, അത് നമ്മുടെ ഫോൾട്ടും മിസ്റ്റേക്കും അബദ്ധമൊക്കെ ഉണ്ടാവും. സ്റ്റിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്, ഫസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മളെ തലയിൽ കയറും. അതോടുകൂടിയിട്ട് എന്താവും, നമ്മൾ തകർച്ച, പിന്നെ മറ്റുള്ള ആളുകളുടെ നിയന്ത്രണത്തിലായി പോകും നമ്മൾ. മാത്രമല്ല നമ്മൾ വിക്ടിം റോൾ എന്ന് പറയുന്നത്, ഞാനൊരു വിക്ടിമാണ്, എന്താണ്, മർദ്ദിതനാണ്, ഞാനൊരു പരാജിതനാണ് എന്ന് തോന്നും. അത് തോന്നിയോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ പരാജയവും. നിങ്ങൾ പഠിക്കുന്നത് പരാജയം, നിങ്ങളെ പരീക്ഷ പരാജയം, നിങ്ങളെ ഇന്റർവ്യൂ പരാജയം, നിങ്ങളെ കോഴ്സ് പരാജയം, നിങ്ങളുടെ ബിസിനസ് പരാജയം, നിങ്ങളുടെ മാനേജ്മെന്റ് പരാജയം, നിങ്ങളുടെ കച്ചവടം പരാജയം, നിങ്ങളുടെ ദാമ്പത്യം പരാജയം, നിങ്ങളുടെ സാമ്പത്തികം പരാജയം, നിങ്ങളുടെ രാഷ്ട്രീയം പരാജയം, ഒക്കെ പരാജയം. റിയലി. അതുകൊണ്ട് ഇവിടെ തിരുത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് തിരുത്താൻ, അതാണ് നമ്മുടെ പരിപാടി. സോ ദിസ് മീൻസ് ദാറ്റ് അപ്പോൾ നമുക്ക് നമ്മുടെ വാലിഡേഷൻ, നമുക്ക് അധികം ആൾക്കാർക്ക് പുറത്തുള്ള ആളുകളുടെ വാലിഡേഷൻ ആകും. നമ്മളെ മറ്റുള്ള ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നായിരിക്കും നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ചിന്ത ഉണ്ടാകുക. അങ്ങനെ ചിന്തയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീക്കായി പോകും. മറ്റുള്ള ആളുകളും നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ ഭരിക്കുക, മറ്റുള്ള ആളുകളാണ് നമ്മളെ ഭരിക്കുക. നമ്മൾ അറിയൂല, നമ്മൾ ശരിക്കും ഒരു സംഭവമായിട്ട് നടക്കുന്നതാണ്, ഞാനൊരു സംഭവമാണ് ഇത്. പക്ഷേ മറ്റുള്ള ആളുകളും അവരുടെ അഭിപ്രായം, അവരുടെ എനർജികളും, അവരുടെ 100 ആണ് നമ്മളെ ഭരിക്കുക. നമ്മുടെ പ്രോബ്ലംസ് ആണ് നമ്മളെ ഭരിക്കുക. അതാണ് വിക്ടിം റോൾ. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് മറ്റുള്ള ആളുകളുടെ അഭിപ്രായം എന്നതിൽ നിന്ന് എൻ്റെ അഭിപ്രായത്തിലേക്ക് ഞാൻ എടുക്കുമ്പോഴാണ്, അതാണ് ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ്. മനസ്സിലായില്ലേ, നമ്മളെ ബിൽഡിങ്ങുകൾ പൊന്തിച്ചിട്ട് അതിൻ്റെ തറ മാറ്റി വെക്കുക എന്നത് പറഞ്ഞതുപോലെ. സോ എക്സ്റ്റേണൽ വാലിഡേഷനിൽ നിന്ന് ഇന്റേണൽ വാലിഡേഷൻസിലേക്ക് മാറ്റുന്നതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ഷിഫ്റ്റ്. സോ വാല്യൂ പീപ്പിൾസ് ഒപ്പീനിയൻ. അപ്പം മറ്റുള്ള ആളുകൾക്ക് നമ്മളെക്കുറിച്ച് പല അഭിപ്രായം ഉണ്ടാവും, പല അഭിപ്രായം ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം വിചാരിച്ചോളി, എന്നിട്ട് അതാണ് നമ്മൾ എന്ത് ചെയ്ത് എടുക്കുന്ന വിചാരിച്ചോളൂ. അപ്പോഴും എന്താ ചെയ്തറിയോ, ആ ആളുകൾക്കനുസരിച്ച് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, അള്ളാഹ് നമുക്ക് വെച്ചൊരു അത്യുന്നതമായ പദവിയുണ്ട്. അള്ളാഹ് നമ്മൾ സൃഷ്ടിച്ച സംവിധാനം നോക്കിയിട്ടുണ്ട് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എന്ത് പ്രശ്നത്തിന് അപ്പുറത്തെ സഹായമുണ്ട്. അത് പ്രശ്നം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് എളുപ്പമുണ്ട്. അതൊക്കെ നമ്മളൊരു മൂലിയാര് വേർഷൻ നമ്മുടെ നാട്ടിൽ കൂടെ പറയുന്നതാണ്. ഇതിൻ്റെ നിങ്ങൾ അന്ന് നമ്മളെ വെച്ച ഫിത്രത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒറ്റ പ്രശ്നമുള്ളത് നമ്മളെ മുമ്പിൽ വരുത്തൂല. യെസ്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ, പരിഹരിക്കാൻ പറ്റാത്ത, നമ്മളെ കൊണ്ട്, എന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒറ്റ സംഭവം എൻ്റെ ജീവിതത്തിൽ അല്ലാഹ് കൊണ്ടുവരില്ല. 2, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എന്ത് പ്രശ്നമുണ്ടോ അതിൻ്റെ മേലെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. മാത്രമല്ല, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മളെ ഹൃദയത്തിൽ ദിക്റിലാണ് സമാധാനം. ദിക്ർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുക, ഇങ്ങനെ മാലയും കൊണ്ട് ചെല്ലുക, അല്ലെങ്കിൽ മാല അല്ലാതെ ഇങ്ങനെ കുറേ ദിക്ർ ഇല്ല അല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡിലുണ്ടാകുന്ന വാല്യൂസിനെ, ആ വാല്യൂസിനെ പുറത്തെടുക്കലാണ്, അതിനാണ് മനസ്സമാധാനം. അള്ളാഹ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെച്ചിട്ട്. 1. രണ്ടാമത് ജിന്ന് വർഗമായിട്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, ജിന്നും ശൈത്താനും പ്രേതം ഭൂതം ഇപ്പൊ കാര്യമായിട്ട്. ഈ ജിന്നൊന്നും ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഇന്നി ജാഇലു ഫിൽ അർദി ഖലീഫ, ഭൂമിയുടെ ഖലീഫ
മനുഷ്യന്മാരാണ്. ജിന്നുകളും മലക്കുകളും ഉണ്ടായപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് ഏത് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്, അവരെ ഖലീഫയാണ്. സോ വി ഹാവ് ദ അപ്പർ ഹാൻഡ്. നമുക്കാണ്. ജിന്നുകൾക്കൊന്നും നമ്മൾ കൊടുക്കുന്നതിനപ്പുറത്തൊരു പവറും ഇല്ല. ദേ ഡു നോട്ട് ഹാവ് ദ പവർ മോർ ദാൻ വാട്ട് യു ഗിവ് ടു ദം. നമ്മൾ അവർക്ക് വക വെച്ച് കൊടുക്കുന്ന പവറാണ് അവർക്ക്. അതെന്തുകൊണ്ടാണ്? അവർ വലിയ സംഭവമാണെന്ന് വിചാരിക്കുക, അവരെ പേടിക്കുക. അപ്പൊ ജിന്നില്ല ചെയ്ത്താനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയോ? ഇല്ല എന്ന് പറയുന്നത് കളവാണ്. ആ കളവ് മതി അവർക്ക് കയറാൻ. സോ അതുപോലെ ഒരുപാട് വഴി കാണിച്ചു തരാം. സോ ഈ അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായം, നമ്മളെക്കുറിച്ച് നമുക്ക് അഭിപ്രായം എടുക്കുക എന്നതാണ് ഫൗണ്ടേഷൻ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2, ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഫിത്രത്തുൽ ഇസ്ലാം. ഫിത്രത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ മുസ്ലിം ആയിക്കൊണ്ട് ആളുകൾ പറയാം. നോ, അള്ളാഹ് മുസ്ലിമായിട്ടല്ല ഒരാളെ സൃഷ്ടിച്ചത്. അള്ളാഹു ശുദ്ധ പ്രകൃതിയിലാണ്. ആ ശുദ്ധ പ്രകൃതിയെ കേടുവരുത്താതെ നിലനിർത്തിയാൽ അദ്ദേഹത്തിന് തക്ലീഫ് വന്നാൽ, പിന്നെ എന്താ പറയാ, തക്ലീഫ് വരിക, മീൻസ് കൽപ്പന പ്രായപൂർത്തി എത്തിയാൽ, പക്വതയും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തുള്ള ഏത് മതം കാണിച്ചു കൊടുത്താലും ഇസ്ലാമിനെ എടുക്കുകയുള്ളൂ. ഇതെന്റെ വ്യാഖ്യാനമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വിശദീകരിക്കുക. ഒരു കുഞ്ഞു മുസ്ലിമായിട്ടല്ല ജനിക്കുന്നത്, അവന്റെ ശുദ്ധ പ്രകൃതിയിലാണ്. അവൻ പിന്നെ ആ ശുദ്ധ പ്രകൃതി നിലനിർത്തിയാൽ അവന് ബോധം ബുദ്ധി വന്നു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിനെ സ്വീകരിക്കുള്ളൂ. അതാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ എന്താ പറയുക, എല്ലാ കുഞ്ഞു മുസ്ലിമായിട്ടാണ് ജനിക്കുന്നത്. അല്ല, കാരണം മുസ്ലിം ആവണമെങ്കിൽ എന്താണ് ഒരർത്ഥം, അത് അറിഞ്ഞ് അനുസരിക്കണം. അറിഞ്ഞനുസരിക്കണം, അവന് ബുദ്ധി ഉറക്കണം, പ്രായപൂർത്തിയും പക്വത എത്തണം. അതുകൊണ്ട് അറിഞ്ഞ് അനുസരണമാണ്, അറിഞ്ഞ് അംഗീകരിച്ച അനുസരണമാണ് ഇബാദത്ത്. അത് അത് അള്ളാഹിനായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, റസൂലിനനുസരിക്കായിക്കോട്ടെ, അത്തിയുല്ലാഹു അത്തിയു റസൂല വൗലിൽ അംരി മിൻകും, നമ്മളെ കൈകാര്യകർത്താക്കളായിക്കോട്ടെ. ഇപ്പൊ ഭാര്യ ഭർത്താവിനെ അറിഞ്ഞ് അംഗീകരിച്ച് അനുസരിച്ചാലേ അത് അനുസരണമാവുള്ളൂ, ഇല്ലെങ്കിലോ അതൊരു നിർബന്ധം. അപ്പൊ ഭർത്താവിനനുസരിക്കണം, മാതാപിതാക്കളനുസരിക്കണം. 2 ഹദീസാണ് നമ്മുടെ കൗമ് ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്തത്. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ അനുസരിക്കണം, ഭർത്താവിനനുസരിക്കണം. കാരണം എന്താ, ഇതനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അനുസരിപ്പിച്ച് അന്നങ്ങാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ അവളെ ഡ്രസ്സും തീരുമാനിക്കും, അവളോട് കഴിക്കുന്ന ഭക്ഷണം തീരുമാനിക്കും, അവളെ എന്ത് ചെയ്യണം ഒക്കെ തീരുമാനിക്കും. ചുരുക്കി പറഞ്ഞതൊന്നും അനുസരണമല്ല. അനുസരണം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള അനുസരണം. യെസ്, ആ അനുസരണം വെച്ച് നോക്കുകള്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബാത്ത് ചെയ്ത് നോക്ക്, അതിനുള്ള മഹത്വം നിങ്ങൾക്ക് കിട്ടും. അത്രയുള്ള 100 കിട്ടുള്ളൂ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ ബാത്ത് ചെയ്തു, അതിന്റെ പവറേ കിട്ടൂ. സ്വർഗം കിട്ടാനാണെങ്കിൽ അതന്നെ അള്ളാഹു മാത്രം ഫിർദൗസിൽ അലാമിൽ ജന്ന, ഫിർദൗസ് ചോദിച്ചുകൊണ്ടാണെങ്കിലോ അതിന്റെ പവർ വേറെയാ. അതുമല്ല, ഇതിന്റെ ഒറിജിനൽ ഏതാണെന്നറിയോ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരാളെ ബാത്ത് ചെയ്യുന്നത്, അതാണ് അനുസരണം. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്. അവിടെ പറയുന്നത് ഒരു പക്ഷിയുടെ ചിറക് പോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം. നരകത്തെക്കുറിച്ചുള്ള പേടിയും സ്വർഗത്തിന്റെ പ്രതീക്ഷയും 2 ചിറകാണെങ്കിൽ ആ പക്ഷിയുടെ തലയാണ് അള്ളാഹുവോടുള്ള സ്നേഹം. ആരാ പറയുന്നത്? ഇമാം ഇബ്നുൽ ഖയ്യിം അൽ ജൗസി. ഞാൻ ഇതുപോലുള്ള വലിയ പണ്ഡിതന്മാരെ ഉദ്ധരിക്കും. നമ്മുടെ നാട്ടിലൊരു മല്ലാക്കാന്റെ പേര് നിങ്ങൾ കേൾക്കൂല, നമ്മുടെ അടുത്ത് ഒരൊറ്റ മല്ലാക്കാന്റെ പേര് ഒന്നും ഉദ്ധരിക്കൂല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവോടുള്ള സ്നേഹം എന്നതാണ് ഇതിന്റെ റൈറ്റ്. നരകപ്പേടിയല്ല, സ്വർഗത്തിന് കിട്ടാനുള്ള ഇതുമല്ല, അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. സോ ഐ മീൻ ടു സേ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഏറ്റവും ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന, ഒരു ജിന്നിനും ശൈത്താനും ഒന്നും ചെയ്യാൻ പറ്റുന്ന, ഒരാൾക്ക് നമ്മളെ ബൗണ്ടറി ഇതാക്കാൻ പറ്റാത്ത, നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹ് വെച്ചിട്ടുള്ള ഒരുപാട് ഉയർന്ന തലത്തിലുള്ള പദവികളുണ്ട്. ആ പദവികൾ അധികവും അറിവിലൂടെ സഞ്ചരിച്ചുകൊണ്ടുള്ളതാണ്. അറിവിലൂടെ സഞ്ചരിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നതാണ് പദവി, ഇഹലോകത്തെ പദവി. ആ പദവിയാണ് പരലോകത്തും വലിയ പദവി നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏർപ്പാട് അതാ, അറിവിലൂടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക. ഓക്കെ, സോ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ് ഇതിലൂടെ ഇവിടെ ബേസിക് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വാലിഡേഷൻ ഉണ്ടാണെങ്കിൽ ഒരു മനുഷ്യന്റെ 100 എന്താ? അപ്പം നമ്മുടെ കോഴ്സിൽ നമ്മൾ പറയാറുണ്ട് 100 പോസിറ്റീവ് എനർജി. ആത്മാവിന് അള്ളാഹു നമ്മുടെ ആത്മാവിൽ വെച്ചിട്ടുള്ള പ്രകാശത്തിന്റെ അളവ് നിങ്ങൾക്കറിയോ? യെസ്. അത് അറിവ് കൊടുക്കുമ്പോൾ പ്രകാശത്തിലെന്നറിയോ? യെസ്. എന്നാൽ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോളൂ. ഈ അറിവ് എന്ന് പറയുന്ന സാധനം അതൊരു ടാഞ്ചിബിൾ, കാണാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന ഒരു വസ്തുവാണെങ്കിൽ അത് സൂര്യനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ടാകും, ചന്ദ്രനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ടാകും. അതാണ് അറിവ്.
യെസ്, അതെവിടെ വർക്ക് ചെയ്യുക? മനുഷ്യന്മാരുടെ ആത്മാവിൽ. ഖുർആൻ എവിടെ വർക്ക് ചെയ്യുക? മനുഷ്യന്റെ ആത്മാവിൽ. മനുഷ്യന്റെ ആത്മാവിൽ ഏറ്റവും വണ്ടർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് പരിശുദ്ധ ഖുർആൻ. സോ ആത്മാവിന്റെ പവർ എന്ന് പറഞ്ഞത് അതിന്റെ ജന്മസിദ്ധമായ അറിവുകളും ജന്മസിദ്ധമായ കഴിവുകളും. നേച്ചുറൽ ഇൻറ്റ്യൂഷൻ ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. ഈ നേച്ചുറൽ ഇൻറ്റ്യൂഷൻ ഫിത്ര എന്നതിന് പറയാം. രണ്ടിനും കൂടെ കൂട്ടിയിട്ട് ജന്മശുദ്ധി ഫിത്ര എന്ന് പറയും. ഫിത്രത്തുല്ലാഹില്ലദീ ഫത്തറന്നാസ അലൈഹാ ലാ തബ്ദീല ഖൽഖില്ലാ. ഒരു മൃഗത്തെ പ്രസവിക്കുന്നതിനോട് ഉപമിച്ചിട്ടാണ് റസൂല് പറഞ്ഞത്. ഞാൻ വിശദീകരിക്കാൻ സമയമില്ല, പക്ഷെ ഞാൻ സൂചന പറയാം. അതുകൊണ്ട് ജന്മശുദ്ധിയിൽ ജനിച്ച മനുഷ്യൻ അവന്റെ ആ ജന്മശുദ്ധിയെ അതുപോലെ നിലനിർത്തി മരിച്ചുപോയി അള്ളാഹിനെ കാണുവാൻ ഉള്ള അതാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യം. അതിന് ആ ലക്ഷ്യത്തിന് പറ്റുന്ന ബെസ്റ്റ് ഫിറ്റ് സാധനം അതിൻ്റെ ഉള്ളിലുള്ളത് ആത്മാവ്. ബെസ്റ്റ് ഫിറ്റ് സാധനം, അതിന്റെ കഴിവും കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുമ്പിൽ വരുന്ന എന്ത് പ്രയാസത്തിൽ മാറ്റാനുള്ള കഴിവും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ജന്മസിദ്ധമായ അറിവുകളും ജന്മസിദ്ധമായ കഴിവുകളും പുറത്തെടുക്കുകയും ആ അറിവും കഴിവും ഉപയോഗിച്ച് ജനങ്ങൾക്ക് നന്മ ചെയ്യുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പരാജയത്തിലും പരിശ്രമത്തിലും ക്ഷമ അവലംബിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതാണ് വിജയം. ഇത് ആരാ പറയണം? ആരാ പറഞ്ഞത്? ആരാ പറയേണ്ടത്? അള്ളാഹ് പറഞ്ഞാൽ മതിയോ? യെസ്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. വൽ അസ്ർ എല്ലാവരും നഷ്ടക്കാരാ. ഇല്ലല്ലദീന ആമനു വിശ്വസിക്കരുത്. ഈമാൻ മീൻസ് വാട്ട്? നോളേജ്. അറിവില്ലാത്ത ഈമാണ്ടല്ലേ രോഗ. മനസ്സിലാക്കിക്കോ. അല്പജ്ഞാനം അമിത ഭക്തി. ഇപ്പൊ റമദാൻ മാസം വരുന്നത്, റമദാൻ മാസത്തിന് അവസാനത്തെ 10 നമുക്ക് ഒരു ഒഴിവുണ്ടാവില്ല. ചികിത്സയാവും. എന്താ? സകല പെരയിൽ ഇളകിയിട്ടുണ്ടാവും. എന്താ? അല്പജ്ഞാനം അമിത ഭക്തി കണ്ട് ഇളകും. അല്പജ്ഞാനം ശരിക്കും 27-ാം രാവിലെ അന്ന് എത്ര കേസ് ഇളകും ഞങ്ങൾ വിചാരം? അല്പജ്ഞാനം അമിത ഭക്തി, അതായത് അറിവ് കുറവാ. പിന്നെ ഭക്തി കണ്ട് കാട്ടി കൂട്ടിയിട്ട് നിസ്കരിക്കുന്നിടത്ത് കിടന്നിട്ട് ഇങ്ങനെ വരരുത് ഇങ്ങനെ ആണ്ട് സുജൂദിലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടും. അല്പജ്ഞാനം അമിത ഭക്തി. അറിവുണ്ടോ? ആ അറിവാണ് നിങ്ങളെ ഭക്തി. യെസ്. അതുകൊണ്ട് ഇല്ലല്ലദീന ആമനു. ആമനു മീൻസ് വിശ്വാസം, മീൻസ് അറിവ്. ആ അറിവൊറ്റക്കല്ല, മിഷൻ, കാഴ്ചപ്പാട്, വിഷൻ, നമ്മുടെ ഉദ്ദേശം, ഗോൾ, ടാർഗറ്റ്, എയിം, ലക്ഷ്യം, മാർഗം, എവിടേക്ക് പോകണം, എവിടുന്ന് വരുന്നത്, എവിടേക്ക് പോകണം, എപ്പോൾ എത്തണം, എവിടെ എത്തണം. യെസ്, ഇതൊക്കെയാണ് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. അതിന് വേണ്ടുന്ന വിജയത്തിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനവും. വതവാസൗ ബിൽ ഹഖ്, ഡെലിവറിങ് ഗ്രേറ്റ്നെസ് ദ വേൾഡ്, ലോകത്തിന് നന്മ ചെയ്യാം. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എന്താ സാധനം? ക്ഷമാവലം. പരാജയത്തിലും പരിശ്രമത്തിലും ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട്. അതാണ് വിജയം. അത് ഇഹലോകത്തും വിജയം, അതാണ് പരലോകത്തും. പരലോകത്ത് ഇതിന് ഉപകാരപ്പെടാത്തതൊന്നും ഇഹലോകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഇഹലോകത്ത് ജീവിതത്തിൽ സന്തോഷം അല്ലെങ്കിൽ പരലോകത്ത് ജീവിതത്തിൽ എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. ഇഹലോകത്തെ ജീവിതത്തിൽ നമ്മൾ വിചാരം ഇഹലോകത്ത് കുറച്ച് കഷ്ടപ്പെട്ട് ഇടങ്ങാറായി ഇങ്ങനെ രപ്പായി ഇങ്ങനെ കഷ്ടിച്ചരിഷ്ടിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിച്ചാലേ പരലോകത്ത് സ്വർഗ്ഗം കിട്ടുള്ളൂ. നോ. ഇഹലോകത്ത് നിങ്ങൾക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ബുദ്ധിമുട്ടും പട്ടിണിയും പ്രയാസവും എന്തുണ്ടെങ്കിലും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു സന്തോഷം ഉള്ളിലുണ്ടാവും. എന്ത്? ഒരു മുഅ്മിനാണെന്നും ഞാൻ ഈ പരീക്ഷണങ്ങളിൽ ഞാൻ വിജയിക്കുന്നുണ്ടെന്നും അൽഹംദുലില്ലാ അല്ലാഹ് എന്നെ സ്വീകരിക്കുന്നുണ്ടെന്നും അൽഹംദുലില്ലാ ഒരു ഹോപ്പ്, റജാ എന്ന് പറയും. റജാ. ഫബശ്ശിരി സ്വാബിരീൻ. ക്ഷമ അവലംബിക്കുന്ന ഒരു ബുഷ്റ, സന്തോഷ വാർത്ത. അല്ലെങ്കിൽ ക്ഷമ അവലംബിക്കാൻ കഴിയില്ല. പ്രതീക്ഷ അല്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല. സോ ഇതൊക്കെ നമ്മുടെ ലൈഫ് കോച്ചിങ്ങിന്റെ ഓരോ ചാപ്റ്ററുകളാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്ന സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനകത്ത് സർവ്വ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്ത് ആദം സന്തതികളുടെ എല്ലാ ഗുണങ്ങളും നിങ്ങളൊരു 10,000 ഗുണങ്ങളിൽ നിന്ന് ലിസ്റ്റ് ചെയ്തോളി. ആ ഗുണങ്ങളുടെ ഒരു വിത്ത് ഇതിനകത്തുണ്ട്. ലോകത്തിലെ എല്ലാ ഡിക്ഷണറി നോക്കി മേടിച്ചോ. ലോകത്ത് ആദമിന്റെ മക്കളുടെ എന്തെല്ലാം സൽഗുണങ്ങളുണ്ടോ അതിന്റെ മുഴുവൻ ഒരു വിത്ത് ഇതിനകത്തുണ്ട്. ആദം സന്തതികളുടെ കഴിവുകൾ എന്തെല്ലാം ഉണ്ടോ ആ കഴിവുകളുടെ മുഴുവൻ ഒരു വിത്ത് ഇതിനകത്തുണ്ട്. ഇതാര് പുറത്തേക്ക് എടുത്തു, ആരത് വളർത്തിയെടുക്കുന്നു, അതിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യും? അത് ഉയർച്ച കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തുണ്ടാകുന്ന കോർ വാല്യൂസ്, മനുഷ്യനാക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ, സത്യം, നീതി, കാരുണ്യം, വിശ്വാസം, പ്രതീക്ഷ, വിട്ടുവീഴ്ച, ശുക്ർ, പിന്നെ ലോയൽറ്റി, കടപ്പാട്, യാ അല്ലാഹ്, ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ ഇതിൽ 40ഓളം അടിസ്ഥാനമായ കോർ വാല്യൂസ് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ വിശദീകരണം കൊടുത്ത് അത് നടപ്പാക്കാനുള്ള സ്റ്റെപ്പുകൾ 10-20 സ്റ്റെപ്പുകൾ വെച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ നോക്കിയിട്ട് അത് ഒഴിവാക്കാൻ ചുവന്ന മഷിയിൽ വേറെ ചുവന്ന കളറിൽ എഴുതി ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കലാണ് ആൾക്കാർക്ക്. ഓരോ ദിവസം 40 എണ്ണം.
ഓരോ ദിവസവും നിങ്ങൾ ഓരോന്ന് വായിക്കുക. ഒരു 40 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടി വായിക്കുക. ഇങ്ങനെ വായിച്ച് ദിവസം ഓരോന്ന് വായിച്ച് വായിച്ച് വെച്ച് ആ 40 ഗുണത്തിനുള്ളിൽ എത്തും. ഇങ്ങനെയാണ് 40 ഗുണത്തിനുള്ളിലേക്ക് ചേർക്കുക. അതിനപ്പുറത്തേക്ക് 300ഓളം സൽഗുണങ്ങളുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. യെസ്, എൻ്റെ ലൈഫിൽ കൊച്ചിയിൽ കൊടുക്കുന്ന എൻ്റെ ഒരു ബാച്ച് 2 ക്ലാസ്സോടുകൂടി ബാച്ച് തീരും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. ആ ബാച്ച് ഫുൾ അറ്റൻഡ് ചെയ്ത ആളുകളെ ചോദിച്ചു നോക്കുക. ഇൻഷാ അല്ലാഹ് അവരുടെ ഫീഡ്ബാക്കൊക്കെ ഞാൻ വിടുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. 300ഓളം വാക്കുകൾ ഞാൻ അവർക്ക് കൊടുക്കും. അതൊക്കെ സൽഗുണങ്ങളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റ്, സൽഗുണങ്ങളുടെ ലിസ്റ്റ് അവർ ഓർത്തെടുത്ത് പഠിച്ചാൽ അർത്ഥമറിഞ്ഞ് ജീവിച്ച് വായിച്ച് ആ അർത്ഥം അത് വായിക്കുന്ന സമയത്ത് ഒരു ജീവിതമുണ്ട്. ആ വായിക്കുന്ന സാധനം ഒരു ജീവിതം. ആ ജീവിതം വന്നു കഴിഞ്ഞാൽ ഈ സൽഗുണങ്ങളെ മുഴുവൻ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. 300ഓളം സൽഗുണങ്ങൾ നമ്മൾ മുന്നേക്ക് പുറത്തെടുക്കുക. ആ സൽഗുണങ്ങൾ, അതുപോലെ കഴിവുകളുണ്ട്. അത് കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ബാലൻസ്, പ്രഷർ, ടെമ്പറേച്ചർ. ഇത് ബ്രെയിൻ ജിം എന്ന് പറയാം. മനുഷ്യന്റെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാക്സിമം എക്സർസൈസ് ചെയ്യാനുള്ള 10-75ഓളം എക്സർസൈസിന്റെ മോഡൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവര് ജീവിതത്തിൽ ഇങ്ങനെ വായിച്ചും പഠിച്ചും അതോടുകൂടി അവരെന്ത് മാറും. ബിഹേവിയർ എങ്ങനെ മാറുക, സ്വഭാവം എങ്ങനെ മാറുക, ആവർത്തിച്ച് ഒന്നിനെ തന്നെ ചിന്തിച്ചാൽ അത് നമ്മളായി മാറും. അതാണ് ഫോക്കസ് എന്ന് പറയുന്ന സാധനം. നമ്മൾ ഒന്നിനുമ്പോൾ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഫോക്കസ് പോയിന്റ് ആകുമ്പോൾ എൻ്റെ ഫുൾ ഊർജ്ജം അതിലേക്ക് ഫോക്കസ് ചെയ്യും. ഒരു ടോർച്ച് ഫോക്കസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഈ മാഗ്നിഫൈങ് ഗ്ലാസ് ഇങ്ങനെ ഫോക്കസ് ചെയ്യില്ലേ, അതുപോലെ. സോ നമ്മുടെ ഫുൾ എനർജി ഒരൊറ്റ പോയിന്റിലേക്ക് കൊടുക്കുന്നതാണ് ഫോക്കസിങ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രശ്നം വരുന്ന സമയത്ത് ഫുൾ എനർജി പ്രോബ്ലത്തിൽ കൊടുക്കും, അതിനടിച്ചു പൊട്ടിക്കാം. അള്ളാഹി ഞാൻ പറഞ്ഞുതരാം, മനുഷ്യന്റെ നേച്ചുറൽ സെറ്റിംഗ്. ഒരു പ്രശ്നം അവൻ്റെ മുമ്പിൽ വന്നു, അതിനെ തരണം ചെയ്യാൻ അവന് കഴിവ് അള്ളതിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യുവാനുള്ള കഴിവിനകത്ത് വെച്ചിട്ടേ അള്ള എന്നെ വിട്ടിട്ടുള്ളൂ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. പക്ഷെ അതെനിക്ക് പുറത്തെടുക്കാൻ അറിയില്ല. പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സംഗതിയെ കുറിച്ച് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന മൊല്ലമാർക്ക് അറിയൂല. അതുകൊണ്ട് നമ്മളെ ഇത്ര പേഴ്സണാലിറ്റിയും പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ മതബോധം, അത് ഇബാദത്ത് മാത്രമല്ല. ഇബാദത്തിന് അപ്പുറത്തേക്ക് ഒരാളുടെ അഖ്ലാഖ്, ഒരാളുടെ ഷഖ്സിയ പേഴ്സണാലിറ്റി, ഒരാളുടെ ആറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ, ഇതൊന്നും ഈ കൗമിനില്ല. ഇബാദത്ത് മാത്രമാണ് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇബാദത്ത് കൊണ്ട് എല്ലാം നേടാൻ നിങ്ങൾ വിചാരിച്ചാൽ യു ആർ എ ഫൂൾ എന്ന് ഞങ്ങൾ പറയും. ഇബാദത്ത് കൊണ്ട് നിങ്ങൾ എല്ലാം നേടാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ യു ആർ എ ഫൂൾ എന്ന് ഞാൻ വിളിക്കും. നിങ്ങൾ ഓരോരുത്തരും ഞാൻ വിളിക്കും നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇബാദത്ത് അതിൻ്റെ തലത്തിൽ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ആ ഇബാദത്തിന് മാറ്റി നൽകുന്ന വേറെ കുറേ സാധനമുണ്ട്. അതാണ് വ്യക്തിയുടെ ശക്തി എന്ന് ഞാൻ പറയാറില്ല. വ്യക്തിത്വത്തിന്റെ ശക്തി. വ്യക്തിയുടെ ശക്തി ഉള്ളവന് ഭക്തിയുടെ ശക്തി ഉണ്ട്. വ്യക്തിയുടെ ശക്തി ഇല്ലാത്തതിന് ഭക്തിയുടെ ശക്തി തന്നെ ഒരു ഒച്ച, ഒരു ബഹളം, ഒരു ശബ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വേറല്ലേ, ശബ്ദമല്ലേ, ഒരു കോലാഹലം. പക്ഷെ ആർക്കെങ്കിലും വല്ല മാറ്റമുണ്ടോ? ഒന്നുമില്ല. പോട്ടെ, ഞാൻ പറഞ്ഞത് നമ്മുടെ കോർ വാല്യൂസിനെ നമ്മൾ മാക്സിമം ഇതാക്കും. മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ 100 എടുക്കുക, ആ 100 എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഈ 100 എവിടെ നിന്ന് കിട്ടുന്ന പറയുന്നത് മാഷാ അല്ലാഹ് 4 സ്രോതസ്സാണ്. ഞാൻ തോമസ് ഫ്രാൻസിസ് യൂണിവേഴ്സിറ്റി സിലബസ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അഖീദയിലേക്ക് മാറ്റിയിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ അഖീദയിൽ കുറ്റം പറയാൻ ഒരാൾക്കും ഇല്ല, ഒരൽബാനിക്കും കഴിയില്ല. എടുത്ത് പറഞ്ഞുതരാം, ഒരൽബാനിക്കും കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അൽബാനിയുടെ പുറത്താവും. പറഞ്ഞിടത്തോളം പുറത്തായിട്ടുണ്ട്. പറഞ്ഞു എന്ന് വെച്ചാൽ അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഇബ്നു റജൽ ഹംബലിൻ്റെയും ഇമാം ഇബ്നുൽ ഖയ്യിമിൻ്റെയും അതുപോലെ ഇമാം അഹ്മദിൻ്റെയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെയും ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെയും ഒക്കെ അഖീദ. തൊടാൻ ഒരു കുട്ടിക്ക് കഴിയില്ല. തൊട്ടാൻ എന്ത് ചെയ്യും? തൊട്ടാൻ നമുക്ക് തൊടണ്ട, വിട്ടിരുത്താം. ചുരുക്കി പറഞ്ഞാൽ ആ അഖീദയാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് 100 എങ്ങനെ എടുക്കുന്ന വിചാരിച്ചത്? 100 എടുക്കുന്നത് 4 സ്രോതസ്സിലാണ്. ഒന്ന്, പ്രപഞ്ചത്തിൽ അല്ല വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചു 8 മണിക്ക്. ഞാൻ കഴിച്ച ഭക്ഷണത്തിൽ അതിന് 100 ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്. അതെടുത്തു ഞാൻ. അതുകൊണ്ട് ഞാൻ കുടിക്കുന്ന വെള്ളത്തിലുണ്ടത്, ഞാൻ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ ലൈറ്റിലുണ്ടത്, ഞാൻ കേൾക്കുന്ന ശബ്ദത്തിലുണ്ടത്, ഇലക്ട്രോമാഗ്നറ്റിക് പവറിലുണ്ട്, തെർമൽ എനർജി, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഇങ്ങനെ പ്രപഞ്ചത്തിൽ അല്ല വെച്ചിട്ടില്ല. മാഫിസമാവത്തി വല്ല അല്ലാഹ് നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കീഴൊതുക്കി തന്നത് എന്തിനാ? പ്രപഞ്ചത്തെ അല്ല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, നമ്മളല്ല പരലോകത്തിന് വേണ്ടി സൃഷ്ടിച്ചു. സുബ്ഹാനല്ലാഹ്. അന്നത്തെ ഖുതുബയിലൂടെ ബാംഗ്ലൂരിലെ ഒരു പള്ളിയിൽ പറയുന്നത്, അല്ല പ്രപഞ്ചത്തെ നമ്മൾ സൃഷ്ടിച്ചു, നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു, നമ്മളല്ല പരലോകത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അറിയാലോ. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച അല്ല നമുക്ക് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കുന്ന ഊർജം, അതാണ് പോസിറ്റീവ് എനർജി, അതാണ് 100.
അതിനെ എടുക്കുന്ന ഒരു സംവിധാനം. രണ്ട്, ഈ ലോകത്ത് ഒരുപാട് ഹൈറ് നന്മകൾ വധിച്ചു പോയിട്ടുണ്ട് ആളുകൾ. ആര്? ഒരുപാട് ആളുകൾ. ഞാൻ എടുത്തു പറയാറുണ്ട്. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോൺട്രിബ്യൂഷൻ, സയൻസിലേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് നിങ്ങളുടെ വിചാരം? സ്പേസ് റിസർച്ചിലേക്ക് നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ റിസർച്ച് എത്രയാണ് നിങ്ങളുടെ വിചാരം? ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കറിന്റെ എത്രയാണ് നിങ്ങളുടെ വിചാരം? ഉലമാക്കളുടെ ഇമാം അഹമ്മദിന്റെ ഇബ്നു തൈമിയയുടെയും കോൺട്രിബ്യൂഷൻ, ഇമാം നവവിയുടെ, ഇബ്നു ഹജർ അൽ അസ്ഖലാന്റെ, ഇബ്നു കസീറിന്റെ കോൺട്രിബ്യൂഷൻ ദഅവ രംഗത്ത് എത്രയാണ് നിങ്ങളുടെ വിചാരം? അതുപോലെ മഹാത്മാഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻ എത്രയെന്ന വിചാരം? ഇതൊക്കെ പോസിറ്റീവ് എനർജിയാണ്. അവര് പോസിറ്റീവ് എനർജി ഇവിടെ ലോകത്ത് പ്രപഞ്ചത്തിൽ വിട്ടുപോയതാണ്. അതിനെ നമ്മൾ എടുക്കുമ്പോൾ യെസ്, നമുക്ക് എനർജി കിട്ടും. 3, അറിവിലൂടെ കിട്ടുന്ന അതേതറിവ്? വെറും മതത്തിന്റെ അറിവല്ല, ബുദ്ധി വർക്ക് ചെയ്യുന്ന, തലച്ചോറ് വർക്ക് ചെയ്യുന്ന. ഇതിൻ്റെ ഉള്ളിൽ 8,50,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ന്യൂറോൺസ് ഉണ്ട്. 8,00,000. ഭൂമിയെ 21 ചുറ്റിയാലും ബാക്കിയാണ്. 40,075 കിലോമീറ്ററാണ് ഭൂമിയുടെ ചുറ്റളവ്. ഇതിൽ 8,50,000. അതുകൊണ്ട് ഈ ഭൂമിയെ 21 ചുറ്റാൻ മാത്രം ഇതിനകത്തുണ്ട്. ആ ന്യൂറോൺസിലെ 1% കൂടി, ന്യൂറോൺസിൽ 1% കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. ബാക്കി 99 എന്ത് ചെയ്യണം? ഒന്നുമില്ല, മരിക്കുമ്പോൾ കെട്ടിപ്പോഞ്ഞ് കഫൻ ചെയ്ത് ഞാൻ കൊണ്ടേ മണ്ണിക്കാണ് വെച്ചു കൊടുക്കേണ്ടി വരും. ഇതൊക്കെ അള്ളാഹ് തന്നെ തന്നത്. അള്ളാഹ് പ്രപഞ്ചത്തിൽ മുഴുവൻ കീഴൊഴുക്കി തന്ന. അതുകൊണ്ട് ആദം സന്തതികളുടെ എന്ത് കഴിവുണ്ടോ ആ കഴിവിന്റെ വിത്ത് ഇതിനകത്തുണ്ട്. ആദം സന്തതികളുടെ എന്ത് അറിവുണ്ടോ ആ അറിവിന്റെ വിത്ത് ഇതിനകത്തുണ്ട്. എന്ത് ഗുണങ്ങളുണ്ടോ ആ വിത്ത് ഇതിനുണ്ട്. അതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുക്കുന്നതാണ്, ആ എടുക്കാനുള്ള സംവിധാനവും അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതാണ് ഇൻട്യൂഷൻ ആൻഡ് ഇൻസ്റ്റിക്റ്റ് എന്ന് പറയും. ഇൻട്യൂഷൻ എന്ന് പറഞ്ഞാൽ കശ്ഫ്. നമ്മുടെ നാട്ടിലെ മൂല്യന്മാരിപ്പോൾ ഇങ്ങനെ ബഹളം വെക്കുന്ന നിങ്ങൾക്ക് അറിയാലോ. കശ്ഫ് ശിർക്ക്. ഈ പറയുന്ന മൊല്ലാക്കൊക്കെ വല്ല കഥയുണ്ടോ? കശ്ഫ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇബ്നു തൈമിയ്യയുടെ അഖീദത്തുൽ വാസിയ പോയി പഠിച്ചാൽ മനസ്സിലാവും. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫത്താവയിൽ 26 പേജ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ സൈക്കിക് ഇൻട്യൂഷൻ കശ്ഫിനെ കുറിച്ച്. എന്നിട്ട് നമ്മുടെ നാട്ടിലെ മൊല്ലാക്ക് പോലെ അത് ശിർക്കാന്ന് പറഞ്ഞാൽ എടുക്കണം. നമുക്ക് ചിരിക്കാനുള്ളത് വേറെ ഒന്നും കഴിയുന്നില്ല. ആൻസർ പ്രസംഗം മറുപടി കൂടി കൊടുക്കാൻ തോന്നുന്നില്ല. എന്തിനാത് വേസ്റ്റ്? വൈ ടു വേസ്റ്റ് യുവർ ടൈം എന്നാണ് ചോദിക്കുന്നത്. പോട്ടെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സൈക്കിക് ഇൻട്യൂഷൻസും ഈ എബിലിറ്റീസും അതിനെ പുറത്തേക്ക് എടുക്കുന്നത്, അതിന് നിങ്ങളെ പുറത്തേക്ക് എടുപ്പിക്കുന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു. അതാണ് എൻ്റെ ലൈഫ് കോച്ചിങ്ങിൻ്റെ സമ്മറി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? മാത്രമല്ല, നമ്മുടെ ആത്മാവ് പല ലോകത്തേക്ക് കണക്റ്റഡാ, പ്രപഞ്ചത്തിലേക്ക് കണക്റ്റഡാ. മറ്റാളുകൾ ആത്മാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ. ഒരു ഉമ്മയുടെ ആത്മാവും പിതാവിൻ്റെ ആത്മാവും മാതാവിൻ്റെ ആത്മാവും കണക്റ്റഡാ. അത് ഒരു എൽമുള്ളവൻ്റെ ആലിമിൻ്റെയും ഒരു താലിബിൻ്റെയും തമ്മിൽ കണക്റ്റഡാ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കണക്റ്റഡാ. അതുകൊണ്ട് ഭാര്യ ഭർത്താവും തമ്മിൽ കണക്റ്റഡാ. ഈ ഒരു കണക്ഷൻസ് ഉണ്ട്. ആ ഒരു കണക്ഷൻസ്, ഒരു മെറ്റാഫിസിക്കൽ, ഒരു അഭൗതികമായ കണക്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ കണക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ കാര്യകാരണ ബന്ധത്തിന് അതീതം ശിർക്കല്ലടോ എന്നുണ്ട്. ഇത് മൊല്ലാന്മാരുണ്ടാക്കിയ നിർവചനല്ലേ കാര്യകാരണ ബന്ധം. ഇതൊക്കെ ഈ അഫ്ദൽ കഴിഞ്ഞ മൊല്ലാന്മാരുണ്ടാക്കിയതാ. അതിനപ്പുറത്തേക്ക് ദുനിയാവായിട്ട് ബന്ധമൊന്നുമില്ല, അഹ്ലുലീമായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് സൈക്കിക് ഇൻട്യൂഷനെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്ന ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൈബ് കിട്ടും, ഗട്ട് ഫീലിംഗ്. യെസ്, അവൻ സാലിഹാണോ ഫാസിഖാണോ, അല്ലെ ഈ ഭക്ഷണം ഇത് നല്ല ഭക്ഷണമാണോ, ഇത് ഹറാമാണോ, അത് ഹലാലാണോ, അത് തയ്യിബാണോ, പിന്നെ ഹബീസാണോ ഒരു സൈക്കിക് ഇൻട്യൂഷൻ കിട്ടും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയാം, ദിസ് ഇസ് ഹൗ വി ആർ കണക്റ്റഡ്. നമ്മൾ മറ്റു പല ആളുകളിലേക്കും മറ്റു ലോകത്തേക്ക്, നമ്മൾ ജിന്ന ലോകത്തേക്ക് കണക്റ്റഡാ, നമ്മൾ മലക്ക് ലോകത്തേക്ക് കണക്റ്റഡാ. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന 100 പോസിറ്റിവിറ്റി ആണെങ്കിൽ നമ്മൾ നല്ലതിലേക്ക് കണക്റ്റ് ആവും. മറ്റേതാണെങ്കിലോ ചീത്തയിലേക്ക് കണക്റ്റ് ആവും. ചീത്തയിലേക്ക് കണക്റ്റ് ആയാൽ പിന്നെ എളുപ്പമുണ്ട് ശൈത്താന് കയറാനും ഇറങ്ങാനും വരാനും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സൽഗുണങ്ങൾ, കോർ വാല്യൂസ് ആണ് നമ്മുടെ പവർ. അതിനെ അങ്ങനെ അത് പുറത്തേക്ക് എടുക്കുവാൻ, അതുപോലെ ആ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ശരിയാക്കുക. നമ്മളെ ഭാര്യയും ഭർത്താവും മക്കളെങ്ങനെ വളർത്തുക? മക്കളെ നിങ്ങൾ അടോ പോടോ അടി ഇടിയൊന്നും നടന്നൊരു കാര്യമില്ല. നിങ്ങളോട് 35 ഉറുപ്പ്യ പിന്നെ 50 ഉറുപ്പ്യ 100 ഉറുപ്പ്യ മാസത്തിൽ പള്ളിക്കൽ വരിസംഖ്യ കൊടുക്കണ്ടാവും, മദ്രസിലെ വരിസംഖ്യ കൊടുക്കണ്ടാവും. ഇതിനപ്പുറത്തേക്ക് മക്കളെ പേഴ്സണാലിറ്റി പഠിപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കും. നമ്മളെ മക്കളെ പേഴ്സണാലിറ്റി പഠിപ്പിക്കാൻ വേണ്ടി വരിസംഖ്യ കൊടുക്കുക, മദ്രസ പഠനയ്ക്കുക 4-5 കൊല്ലം അതിന് വരിസംഖ്യ കൊടുത്തു. ഇതിനപ്പുറത്തേക്ക് ഈ കുട്ടിയുടെ വ്യക്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പഠിപ്പിക്കണം. മൊല്ലാക്ക അഫ്ദൽ തോറ്റവനാണ് വേറെ വിഷയം, അല്ലെങ്കിൽ അഫ്ദൽ കഴിഞ്ഞവനാണ്. അവർ മൊല്ലാക്കയാണ് പഠിപ്പിക്കുന്നത്. ആ മൊല്ലാക്കാന്റെ വ്യക്തിത്വം ചവറാണെങ്കിൽ പിന്നെ ഈ കുട്ടികളെ ജീവിതം ചവറല്ലേ. അതുകൊണ്ട് ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുവാൻ വാട്ട് ആർ യു ഡൂയിങ് ഫോർ യുവർ സെൽഫ്, ഫോർ യുവർ കിഡ്സ്? നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു തിരിച്ചറിവ് കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. സുബ്ഹാനക യാ അദീം. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മേലെയാണ് നമ്മുടെ വ്യക്തിത്വം ഹെൽത്തിയാക്കി മാറ്റുവാനും, നമ്മൾ ഏത് ലോകത്താണോ അള്ളാഹ് സൃഷ്ടിച്ചത് ആ ലോകത്തുള്ള പ്രതിസന്ധികൾ അതിജയിക്കാനാണ്. ഇവിടെ 100 വർഷം മുമ്പുണ്ടാകുന്ന വന്ന ആത്മാവിന് ഇല്ലാത്ത ചാലഞ്ചുകൾ ഇന്ന് ലോകത്തുണ്ട്. ആ പുതിയ ലോകത്ത് വരുന്നതിന് പുതിയ ചാലഞ്ചുകളെ നേരിടാനുള്ള സംവിധാനം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഖലീൽ ഗിബ്രാൻ ഫിലോസഫർ പറഞ്ഞത്, നാം ജീവിതം മുന്നോട്ടാണ് പോകുന്നത്, നമ്മൾ മക്കളുടെ കൂടെ പോയിട്ട് അവരെ കൂടെ നിൽക്കണം. മക്കളെ പിടിച്ച് ഇങ്ങോട്ട് ഇസ്ലാമി ഈമാൻ എന്നൊക്കെ പറഞ്ഞ് ബാക്കോട്ട് പിടിച്ച് കെട്ടിയിട്ടാൽ മക്കളെ കിട്ടൂല. മക്കളെ ഈ ഇസ്ലാമും ഈമാനും കൊണ്ട് ഞാൻ അവരെ കൂടെ പോട്ടെ, പുതിയ ലോകത്തിന് പുതിയ വ്യാഖ്യാനം കൊടുക്കട്ടെ, പുതിയ വിശദീകരണം കൊടുക്കട്ടെ. ആയത്തും മാറ്റേണ്ട, ഹദീസും മാറ്റേണ്ട, അർത്ഥം മാറ്റേണ്ട, പക്ഷെ വിശദീകരിച്ചു കൊടുത്താൽ ദിസ് ഇസ് കാൾഡ് ഡീബ്രീഫിംഗ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് സംഗതിയും നമ്മുടെ മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് ഡീബ്രീഫിംഗ് എന്ന് പറയാം. എൻ്റെ പാരന്റിങ് സെഷൻ വേറെ തന്നെ ഉണ്ട്. പാരന്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്താണെന്ന് പറയും. യെസ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വരുന്നത് ഈ കോർ വാല്യൂസ് എങ്ങനെ പുറത്തെടുക്കാം. അതുപോലെ നമ്മൾ തമ്മിലുണ്ടാകുന്ന നമ്മുടെ ഒരു എനർജി സിഗ്നേച്ചർ, നമ്മൾ തമ്മിലുണ്ടാകുന്ന ഒരു ആത്മീയ കണക്ഷൻസ് ഉണ്ടാവും. അത് വഴിയാണ് ഒരു സൽഗുണങ്ങളുടെ കണക്ഷൻസ് വഴിയാണ് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തുക. നമ്മുടെ ഇണയുമായിട്ടും അയൽവാസിയായിട്ടും സുഹൃത്തുമായിട്ടൊക്കെയുള്ള ബന്ധം. അതിൽ നെഗറ്റിവിറ്റി ഉണ്ടായാൽ ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവ് ആയാലും അവർ ബന്ധം നിലനിൽക്കില്ല. രണ്ടാളും നെഗറ്റീവ് ആയാലും അടിച്ചു പിരിയും, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, എന്നാൽ പിരിഞ്ഞു പോകില്ല. എങ്ങനെ ഭാര്യ ഭർത്താവും തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടാളും നെഗറ്റീവാണ്. കാരണം പലതായിരിക്കും. ചിലപ്പോൾ സാമ്പത്തിക വിഷയമാവും, ചിലപ്പോൾ മതപരമായ വിഷയങ്ങൾ, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കുട്ടികളെ നോക്കണില്ല, അല്ലെങ്കിൽ കുട്ടികളെ നിയന്ത്രിക്കുന്നില്ല, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു, ഓവർ നിയന്ത്രിക്കുന്നു, പല വിഷയമാകാം. പക്ഷേ ആളുകൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന ഇതിൻ്റെ രഹസ്യം എന്നൊരു സിലബസ് തന്നെ ഉണ്ട് അതിൽ. ദ സീക്രട്ട് ബിഹൈൻഡ് ദ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്. ആ സീക്രട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ ഭാര്യ നല്ല ഭാര്യയാവും, നിങ്ങളുടെ ഭർത്താവ് നല്ല ഭർത്താവും. പല ആളുകൾക്കും വിചാരം, എനിക്ക് യുവയുടേതല്ല കിട്ടിയത്, ഞാൻ നല്ലൊരു മുത്തക്കിയായ പെണ്ണിനെ ആഗ്രഹിച്ചു, സുബഹിക്ക് വിളിച്ചെടുത്തുന്ന സ്ത്രീനെ ആഗ്രഹിച്ചത്, പക്ഷെ കിട്ടിയത് അങ്ങനത്തെ അല്ലല്ലോ. അല്ലെങ്കിൽ സ്ത്രീ വിചാരിക്കും, ഞാൻ നല്ലൊരു ഭർത്താവിനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചിരുന്നു അല്ലാതുകൊണ്ട്, പക്ഷെ കിട്ടിയത് ഇങ്ങനത്തെ സാധനത്തിനെയാണല്ലോ. അല്ലടോ, നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഖ്ലാസ്, നിങ്ങളുടെ നിയ്യത്ത് നല്ലൊരു ഭർത്താവിന് നല്ലൊരു ഭാര്യ വേണമെന്നും അതാണ് കിട്ടിയത് എന്നുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് 100% പെർഫെക്റ്റാണ്. പക്ഷെ അവിടുന്ന് നിങ്ങൾ വളർത്തിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വളർത്തിയെടുക്കുന്ന ടെക്നിക്കുകൾ പഠിച്ചില്ല. അത് പേഴ്സണാലിറ്റി അതിന് പറ്റുന്നൊരു പേഴ്സണാലിറ്റി നിങ്ങളും ആയില്ല, അവനും ആയില്ല. സോ നിങ്ങൾക്ക് കിട്ടിയത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു തെറ്റായ ഭർത്താവിനെ, ശരിയല്ലാത്ത ഭാര്യനെ കെട്ടിയെന്ന് വിചാരിക്കേണ്ട. അത് അവിടെ നിന്ന് വളർത്തിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നർത്ഥം. ഓക്കെ, അങ്ങനെ റിലേഷൻഷിപ്പിനെ നമ്മളെ ബന്ധത്തെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ സൽഗുണങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം നല്ല പെരുമാറ്റ സ്വഭാവങ്ങൾ തരുമെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ പെരുമാറ്റ സ്വഭാവം എന്നല്ല, നമ്മൾ പുറത്തേക്ക് കാണുന്ന പെരുമാറ്റ സ്വഭാവം നമ്മുടെ ബോഡി ലാംഗ്വേജ് അടക്കം 30% ഉള്ളൂ. 70% മൈ കണക്ഷൻ എൻ്റെ ആത്മാവും എൻ്റെ ബന്ധുക്കളും തമ്മിൽ ആത്മാവിൻ്റെ കണക്ഷനുമാണ്. ഞാൻ എൻ്റെ മാതാവും, ഞാൻ എൻ്റെ പിതാവും, ഞാൻ എൻ്റെ സിസ്റ്റേഴ്സുമായിട്ടുള്ള കണക്ഷൻ ആത്മാവിൻ്റെ ഒരു കണക്ഷനാണ്. ഞാൻ എൻ്റെ വാക്കും പ്രവൃത്തിയൊന്നുമല്ല, ആത്മാവിൻ്റെ ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോസിറ്റീവായാൽ അവരിലും ആ പോസിറ്റിവിറ്റി എത്തുന്നു മാത്രമല്ല, ഞാൻ ഇവിടുന്ന് പോസിറ്റിവിറ്റി വിട്ടാൽ എക്സ്റ്റേണൽ റിപ്ലിക്കേഷൻ തന്നെ പറയും. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഒരു മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ചാർജ് വിടുന്നത് പോലെ വിടുന്നുണ്ട്. അത് അവരുടെ പോസിറ്റിവിറ്റിയെ പിക്ക് ചെയ്യും. ഞാൻ ഇവിടുന്ന് നെഗറ്റീവ് വിട്ടാൽ അവരുടെ നെഗറ്റിവിറ്റി പിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു സംഗതി. സോ അതുപോലെ നമ്മൾ പ്രോബ്ലം സോൾവിങ്, നമ്മുടെ മുമ്പിൽ നമ്മൾ ഒരു പ്രോബ്ലം എന്ന് വിളിച്ചാൽ അത് പ്രോബ്ലം ആയിരിക്കും. നിങ്ങളെ മുമ്പിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനൊരു പ്രശ്നം എന്ന് വിളിക്കുന്നിടത്തോളം അത് പ്രശ്നമായിരിക്കും. നിങ്ങളതിനൊരു വെല്ലുവിളി എന്ന് മാറ്റിയേക്ക്, ചാലഞ്ച് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുകയും ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ എന്ത് വിഷയമായിക്കോട്ടെ, നോ ഐ ഹാവ് എ ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് മീ, എൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വെല്ലുവിളിയെ നിങ്ങളെ പവർ പുറത്തേക്ക് എടുത്തു. അങ്ങനെ ഒരു കഴിവില്ല, വീക്ക് മൈൻഡിൽ ഒരാൾ പ്രോബ്ലം എന്ന് പറയാം. ഒരു വിഷയത്തെ പ്രോബ്ലം എന്ന് പറയാൻ വീക്ക് മൈൻഡ് ആവില്ല. അത് സ്ട്രോങ് മൈൻഡ് ആകുമ്പോൾ ഇറ്റ്സ് എ ചാലഞ്ച് എന്ന് പറയാം. അത് പവർഫുൾ മൈൻഡ് ആകുമ്പോൾ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ഞാൻ 100 ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് എൻ്റെ സ്റ്റുഡൻസിന്. എന്താണെന്നറിയോ, 100 പ്രാക്ടിക്കൽ സംഭവങ്ങൾ. അതിൽ വീക്ക് മൈൻഡ് ആയാൽ അതിനെങ്ങനെ പെരുമാറുക, സ്ട്രോങ് മൈൻഡ് ആണെങ്കിൽ എങ്ങനെ പെരുമാറും, പവർഫുൾ മൈൻഡ് ആണെങ്കിൽ എങ്ങനെ പെരുമാറും. ഒരൊറ്റ സംഭവത്തിന് മൂന്നാളും എങ്ങനെ കാണും എന്നൊരു ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 100 നമ്മുടെ ജീവിതത്തിലെ പ്രാക്ടിക്കലായിട്ടുള്ള 100 സംഭവം. അതുപോലെ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിവും വിവേകം എന്ന് പറഞ്ഞാൽ വേറെ സാധനം. നോളേജ് ആൻഡ് വിസ്ഡം, അറിവും ബുദ്ധിയും എന്ന് പറഞ്ഞാൽ ഇത് വേറെയാണ്. അതുകൊണ്ട് അറിവും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് 100ഓളം എക്സാമ്പിൾസ് നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ നിങ്ങൾ വായിച്ചാൽ, നമ്മൾ ഈ തരുന്നൊക്കെ വായിച്ച്, നിങ്ങൾ സംശയം എത്ര ആണെങ്കിൽ ചോദിച്ചോ, PM ചോദിച്ചോ, ഗ്രൂപ്പ് ക്ലാസ്സിൽ കഴിഞ്ഞാൽ ഞാൻ ഇരുത്തി ചോദ്യം ചോദിപ്പിക്കലായിരുന്നു. എല്ലാം ക്ലിയർ ചെയ്ത് വിടാനായിക്കോളൂ ക്ലാസ് കഴിഞ്ഞാൽ.
കാരണം ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഇനി മാത്രമല്ല ഈ ക്ലാസ് പറ്റി ഒരു ബാച്ച് തീരാൻ പോവാ. അൽഹംദുലില്ലാ, ഞാൻ മുമ്പ് ചെറിയ ചെറിയ ബാച്ചൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ പിന്നെ ഓരോ ഫാമിലിക്ക് കോച്ചിങ് കൊടുക്കുക. കുറച്ചും കൂടി നല്ലൊരു ലെവലിൽ ഒരു ബാച്ച് ഇപ്പം അൽഹംദുലില്ലാ നല്ല ഉയർച്ചയും വളർച്ചയും വന്നൊരു ബാച്ച് ഇപ്പം പിന്നെ 2 ക്ലാസ്സോട് കൂടി തീരാ. അവർക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണെന്നറിയോ? 100 ക്വസ്റ്റ്യൻസ്. ആ 100 ക്വസ്റ്റ്യൻസിന് അവർക്ക് ഒരു സെന്റൻസിൽ ആൻസർ ചെയ്യാം, 10 പേജിലാണ് ആൻസർ ചെയ്തോട്ടെ. അവരുടെ ഉള്ളിലെ വ്യക്തിത്വത്തിൽ ഇനിയും എന്തെങ്കിലും ലൂപ്പ് ഹോൾസ്, ഇനിയും എവിടെയെങ്കിലും വല്ല പഴുതുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി 100 ചോദ്യം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ സിലബസ് വെച്ച് ഒരു എക്സാം നടത്താൻ ആദ്യം ഉദ്ദേശിച്ചത്. പിന്നെ എനിക്ക് തോന്നി എന്നോ വേണ്ട, അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നോ എന്നാണ് എനിക്ക് ഉറപ്പില്ല. അവർ സിലബസ് സ്റ്റഡി മെറ്റീരിയൽ വായിച്ചോ എന്നല്ല, അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നോ എന്നല്ല എനിക്കറിയേണ്ടത്. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു അവസാന ഒരു പരീക്ഷ നടത്തിയ 100 ക്വസ്റ്റ്യൻസ് കൊടുത്താൽ എനിക്കങ്ങനെ വായിച്ചാൽ മനസ്സിലാവും. ഇനി ഇൻഷാ അല്ലാഹ് അത് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുക്കും, അവരിൽ നിന്ന് ആൻസർ വാങ്ങിക്കും. ഒരാഴ്ചയോ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ വീണ്ടും ഒരു ക്ലാസ്സിൽ വിളിച്ചിട്ട് ഇതിൽ ഓരോന്നിൻ്റെ ആൻസറിലും ആരാണ് എഴുതിയെന്നുള്ളത് അവരുടെ ഞാൻ തിരുത്തും. മാത്രമല്ല ഇതിൻ്റെ റിയാലിറ്റി ഈ 100 അപ്പം 100ഓളം വസ്തുതകളിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ ശരിയാണോ എന്ന് ഞാൻ പരിശോധിച്ചു കഴിഞ്ഞാൽ then you are really a good personality. ആ 100 ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്തിട്ടേ വിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ലൈഫ് കോച്ചിങ് നല്ല ഫീസ് വാങ്ങുന്നുണ്ട്. ചെറിയ ഫീസൊന്നുമല്ല, നല്ല ഫീസാണ്. ഒരു ഫാമിലിക്കാണെങ്കിൽ 30,000 രൂപ, ഒരു വ്യക്തിക്കാണെങ്കിൽ 3 മാസം എടുക്കും, 2.5 മാസം 3 മാസം 10,000 രൂപയാണ്. പക്ഷേ 10,000 അല്ല, അതിന് 10 ലക്ഷത്തിൻ്റെ വില ഉണ്ടെന്ന് ഇൻഷാ അല്ലാഹ് ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പറയും. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ പ്രോബ്ലം സോൾവിങ്, ചാലഞ്ചിങ്. അതുപോലെ നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടായാലും 300 വാക്ക് നമ്മൾ കൊടുക്കും. അപ്പം അതൊക്കെ നമ്മുടെ ഉള്ളിലെ സൽഗുണങ്ങളെ പുറത്തെടുക്കാനാണ്, നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ചേഞ്ച് യുവർ ലൈഫ്. അപ്പോൾ 300ഓളം വാക്കുകൾ കൊടുക്കും. അതുപോലെ 40 കോർ വാല്യൂസിൻ്റെ ഇത് കൊടുക്കും. പിന്നെ സെൽഫ് എസ്റ്റീം. ഈ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കണ്ട് സൈക്കിളിൻ്റെ ട്യൂബിൽ കാറ്റടിക്കുന്നത് പോലെ കാറ്റടിച്ചുണ്ടാക്കാൻ പറ്റുന്നതല്ല. സൗണ്ട് ഇഷ്യൂ, വാട്ട്സ് എ പ്രോബ്ലം? സൗണ്ടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒരാളിപ്പോൾ സൗണ്ട് ഇഷ്യൂ പറഞ്ഞു, അത് നിങ്ങളെ എൻ്റെ ആയിരിക്കും. ശ്രമിച്ചു നോക്കി നിങ്ങളെ ഇതായിരിക്കും, മറ്റുള്ളവർക്ക് കേൾക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ദിവസേന ഉണ്ടാക്കുന്ന എന്താ സാധനം എന്നറിയോ? ഞാൻ ഇന്നലേക്കാൾ കൂടുതൽ നല്ല രീതിയിലാണോ ജീവിച്ചത്? ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലും നല്ലതാണോ? ഈ മാസം എൻ്റെ കഴിഞ്ഞ ആഴ്ചയിലും മെച്ചപ്പെട്ടതാണോ? ഈ വർഷം കഴിഞ്ഞ വർഷത്തേലും മെച്ചപ്പെട്ടതാണോ? യെസ്. അതെങ്ങനെ? എവിടേക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാർഗം എന്താണെന്ന് ആദ്യം എനിക്ക് തീരുമാനിക്കണം. നമ്മളെ ലൈഫിലൊരു മീനിങ് ആൻഡ് പർപ്പസ് ഒക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെ മൈൻഡിനെ ഫോർമാറ്റ് ചെയ്യാൻ പോവുക. ആ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ കുറേ ആളുകൾ ഇതിലുണ്ടായിരുന്നു. ക്ലാസ്സിൽ ചേരാത്തവരോട് എനിക്ക് കിട്ടട്ടെ, പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പലരും ചിലർ പറഞ്ഞ് മൂമിനായിട്ട് മരിക്കുക, സ്വർഗം കിട്ടുക. അപ്പം ഇതിനപ്പുറത്തേക്ക് റേഞ്ച് ആയിരിക്കില്ല. എങ്കിൽ മനസ്സിലായിക്കോ, ഇതിൽ അൽഹംദുലില്ലാ 30-38 ആൾക്കാരുണ്ട്. അവരെ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കോഴ്സ് ചേർന്നിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം. എന്താ? പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണണം. ലിഖാ റബ്ബിഹി എന്ന് ഖുർആനിൽ പറഞ്ഞു. പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ ഈ കണ്ണുകൊണ്ട് ഒരു കണ്ണടയോ ക്യാമറയോ ഇല്ലാതെ കാണണം. ഈ ചെവി കൊണ്ട് അള്ളാഹുവിൻ്റെ ശബ്ദം ഒരു മലക്കോ ഒരു പ്രവാചകനോ ഇടയാളന്മാരില്ലാതെ ചെവി കൊണ്ട് കേൾക്കണം. അങ്ങനെ അള്ളാഹുവിനായിട്ട് മുനാജാത്ത് നടത്തുന്നതാണ് ലിഖാ റബ്ബിഹി. അത് നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ ഇഹലോകത്ത് വെച്ച് പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണണം എന്ന് നിങ്ങൾ ഇഹലോകത്ത് നെയ്യത്ത് വെച്ചാലേ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. സ്വർഗത്തിലോട്ട് എത്തിയാൽ അവിടെയുള്ള കിളികളും നദികളും പുഴകളും പാലും അരുവിയോ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിനെ കാണണമെങ്കിൽ പരലോകത്ത് വെച്ച് അള്ളാഹുവിനെ കാണണം എന്ന നെയ്യത്ത് നിങ്ങൾക്ക് ഇഹലോകത്ത് ഉണ്ടായാലേ പരലോകത്ത് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കാണണം എന്ന നെയ്യത്ത് നിങ്ങൾ വെച്ചാൽ ആ അള്ളാഹുവിനെ കാണിച്ചു തരുന്ന ബാധ്യത അള്ളാഹ് ഏറ്റു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം അവിടേക്ക് നിങ്ങൾ എത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ അതിനെ മുഴുവൻ മാറ്റിത്തരുന്ന ബാധ്യത പിന്നെ അള്ളാഹ് ഏറ്റെടുത്തു. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെ നീക്കിത്തരുന്ന, നിങ്ങൾക്ക് എന്തെല്ലാം സൗകര്യം വേണോ അത് ഇറക്കിത്തരുന്ന ബാധ്യത അള്ളാഹ് ഏറ്റു. ഈ ഒരൊറ്റ ചേഞ്ച് ഇങ്ങനെ
അതുകൊണ്ട് മാറ്റത്തോട് കൂടിയിട്ട് നമ്മുടെ ലൈഫിന്റെ റേഞ്ച് എവിടെ എത്തി? ഈ റേഞ്ചാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാറുള്ളത്. ആ റേഞ്ചിൽ അവരെ മൈൻഡിനെ ഞാൻ ഫോർമാറ്റ് ചെയ്ത് വിടുകയാണ്. ആ ഫോർമാറ്റ് ചെയ്തതോടുകൂടി അവരുടെ ലൈഫിലെ എല്ലാം ഓപ്പണായി. അവരുടെ ജീവിതത്തിൽ പിന്നെ ഓപ്പൺ ആകത്തൊന്നുമില്ല. അവരുടെ ലൈഫോ അവരുടെ സാമ്പത്തിക ബ്ലോക്ക് തീരുകയാണ്, അവരുടെ സാമൂഹിക ബ്ലോക്ക് തീരുകയാണ്, അവനവൻ്റെ പ്രശ്നം വൈഫ് തമ്മിലെ പ്രശ്നം തീരുകയാണ്, അവൻ പറഞ്ഞ കേൾക്കാത്തൊരു മകൻ ശരിയായി വരികയാണ്, പിന്നെ ഇങ്ങോട്ട് തുറക്കുകയാണെല്ലാം. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യവും മാർഗം ഉണ്ടാവണം. ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗം ഉണ്ടാവണമെങ്കിൽ സീരിയസ്നെസ് ഓഫ് ദി ലൈഫ് എന്താണെന്ന് അറിയാം, ജീവിതത്തിൻ്റെ ഗൗരവം എന്താണെന്ന് അറിയണം. ജീവിതത്തിൻ്റെ ഗൗരവം എന്താണെന്ന് അറിയണമെങ്കിൽ 3 ചോദ്യം ഒരു മനുഷ്യൻ്റെ തലയെ, ഒരു മനുഷ്യൻ്റെ ചിന്തയെ അലട്ടണം. അതെന്താണെന്നറിയോ? ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എന്തിനാ ഇവിടെ, ഞാൻ എവിടേക്ക് പോകുന്നു? ഈ 3 ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലോകത്തുള്ള സകല മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഫിലോസഫികളും. അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് അതിന് പറഞ്ഞത്. പക്ഷെ പലരും പല ഉത്തരമാണ് പറഞ്ഞത്. മാത്രമല്ല എല്ലാവരും ഒന്നിനു തരുന്നുണ്ട്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ആത്മീയ അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു ചില ആളുകൾ പറയുന്നു. മറ്റൊരു ചില ആളുകൾ പറയുന്നു ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം ഉണ്ട്. അത് ചിലരിവിടെ പിന്നെ പട്ടിയും പൂച്ചയും നായയാണ് എന്ന് പറയുന്നുണ്ട്, ചിലർ വേറെ ഏതായിരുന്നാലും ഇതിന് മുമ്പ് ഒരു ആത്മീയ ജീവിതം മുമ്പ് ഉണ്ടായിരുന്നു. അതിനാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ പറയാറുള്ളത്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവ് മറ്റൊരു ലോകത്തേക്ക് പോകുന്നു എന്നതിൽ പ്രത്യേകിച്ച് സയൻസുകാർ പറയുന്നുണ്ട്. കാരണം എന്താ? മെറ്റാഫിസിക്സിലെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫോർമുല E=mc² വെച്ചിട്ട് അവർ പറയുന്ന ഈ ആത്മാവ് ഒരു എനർജിയാണ്. ആ എനർജി ഒരിക്കലും ഇല്ലാതാവില്ല. എനർജി പ്രപഞ്ചത്തിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. സോ ഭൂമിയൊക്കെ നശിച്ചു പോയാലും ഇവിടെയുള്ള എനർജിയൊക്കെ മറ്റൊരു എനർജിയായി മാറും. സോ സയൻസ് കൂടെ പോയാലും ഇവിടെ പരലോകം ക്ലിയറാ. പറഞ്ഞു വരുന്ന വിഷയം ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യവും മാർഗവും എന്താണെന്ന്. ആ ലക്ഷ്യവും മാർഗവും ഞാൻ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിംസ് ആണെങ്കിലും അല്ലാത്തവരാണെങ്കിൽ ഞാൻ അത് വിശദീകരിച്ചു കൊടുക്കും. ഇപ്പം എനിക്ക് മുസ്ലിം ക്ലയൻസുകളുണ്ട്, പിന്നെ എൻ്റെ പേഷ്യൻസ് ആയിരുന്നു. അവർക്ക് ഞാൻ എന്ത് ചെയ്യും? അവർക്കൊക്കെ ശരിക്കും ഇസ്ലാമിൻ്റെ തത്വങ്ങൾ പറഞ്ഞു നോക്കുക. നിങ്ങൾ ഇസ്ലാമിൻ്റെ ബേസിക് റൂൾസ് പറഞ്ഞു നോക്കുക. അവർ നിഷേധിക്കാതെ അത് ഇരുന്ന് കേൾക്കും, അംഗീകരിക്കുകയും ചെയ്യും. അവർ വേറെ പേരിലായിരിക്കും വിളിക്കുന്നത്. അവരൊക്കെ മുസ്ലിങ്ങൾ നല്ലവരെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇൻ എ സെൻസ്. പക്ഷേ ആളുകൾ ഇതൊക്കെ നിഷേധിക്കാതെ മനുഷ്യൻ്റെ കോർ വാല്യൂസ് ആയിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തതൊക്കെ അംഗീകരിക്കും. അപ്പം അങ്ങനെ വരുന്നത്. അപ്പം നമ്മുടെ എസ്റ്റീം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഞ്ചാരം, നമ്മൾ ഡെയിലി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ സഞ്ചാരം എങ്ങോട്ടാണ്? ഒരു അത്യുന്നതമായ പദവിയിലേക്കാണ്. ആ പദവിയിലേക്കുള്ള സഞ്ചാരം ദിവസേന ഞാൻ നന്നാക്കിയെടുക്കണം. അത് ദിവസേന നന്നാക്കിയെടുക്കാനുള്ള 8 പ്രിൻസിപ്പിൾസ് ഞാൻ പഠിപ്പിച്ചു വിടും. അൽഹംദുലില്ലാ. ഇങ്ങനെയാണ് ഒരാളുടെ ഉള്ളിലെ ന്യൂറിനെ ശരിയാക്കി എടുക്കുന്നത്, പഠിപ്പിച്ചു വിടും. അതോടൊപ്പം ഒരാളുടെ നേച്ചർ ഓഫ് മൈൻഡ്, ഹ്യൂമൻ നേച്ചർ, എൻ്റെ സ്വഭാവത്തിൻ്റെ സ്വഭാവം എന്താ, അത് 9ഓളം സൈക്കോളജിക്കൽ തിയറി പഠിപ്പിച്ചാൽ ആ 9 തിയറി എന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് 14ഓളം തിയറികളല്ലാത്ത നിത്യജീവിതത്തിൽ നടക്കുന്ന ചില സംഗതികൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം. വാട്ട് ഈസ് ഇറ്റ് ഫോർ മീ? എനിക്കിപ്പോൾ അതിലെന്താ കാര്യം? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉപകാരം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഉപദ്രവത്തെ തടുക്കാനല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ഇടപെടില്ല, നമ്മൾ ചെയ്യൂല. സോ വാട്ട് ഈസ് ഇറ്റ് ഫോർ മീ? അതുപോലെ നമുക്ക് ഒരു വിജയം കിട്ടിയ പ്രൗഡ് എടുക്കാനും അതിൻ്റെ അഭിമാനം എടുക്കാനും, ഒരു പരാജയം സംഭവിച്ചാൽ അതിൻ്റെ ഫോൾട്ട് വേറൊരാളിലേക്ക് ചാർത്താനും ഇത് നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഇതൊന്നും സൈക്കോളജിക്കൽ തിയറിയിലില്ല. പക്ഷെ ഇതൊക്കെ അതുകൊണ്ട് മെറ്റാസൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? നോർമൽ സൈക്കോളജിക്ക് അപ്പുറത്തുള്ള സൈക്കോളജിയാണ് മെറ്റാസൈക്കോളജി. ഇത് സിഗ്മണ്ട് ഫ്രോയിഡ് വിളിച്ചതാ. മനുഷ്യന്റെ ഈ മെറ്റാസൈക്കോളജിയുടെ പോകുമ്പോഴാണ് ജിന്നും ചൈത്താനും പ്രേതവും പാരാസൈക്കോളജിയും പിന്നെ ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയും ട്രാൻസ്ജെൻഡർ സൈക്കോളജിയും സ്പിരിച്വൽ സൈക്കോളജിക്ക് വരുന്നത്. സോ മൊത്തത്തിൽ ആ ഏരിയ വിളിച്ചതാണ് മെറ്റാസൈക്കോളജി. സോ മെറ്റാസൈക്കോളജിക്കൽ 14ഓളം മെറ്റാസൈക്കോളജിക്കൽ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ആ 14ഉം സുബ്ഹാനക്കയാളിൽ ഇസ്ലാമികമായിട്ട് വിശദീകരിക്കാൻ പറ്റുന്നതാണ്. അതിലപ്പുറത്ത് ഇതിൻ്റെ വലിയ ബ്യൂട്ടി എന്താണെന്നറിയോ? നമ്മൾ ഇത്ര കാലം ജീവിച്ചപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യം കൂടിയിട്ടുണ്ട്. പേടി, വിഷമം, ദുഃഖം, സങ്കടം, അതെല്ലാം. അതുകൊണ്ട് എല്ലാ എമോഷനും മനുഷ്യൻ്റെ എമോഷൻസ് ഒക്കെ 2 തരത്തിൽ വർക്ക് ചെയ്യും. അതെവിടെയെന്നറിയാം? അതൊരു എമോഷൻ എന്ന രീതിയിൽ വർക്ക് ചെയ്യും. അതിനപ്പുറത്തേക്ക് ഒരു ന്യൂറോട്ടിക് ലെവലിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ പേടിയുള്ള ഒരാൾ ഇങ്ങനെ നെട്ട് വിചാരിച്ചു, അല്ലെങ്കിൽ പേടിക്കുന്ന സംഭവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെട്ടെന്ന് വിചാരിച്ചു. അയാളുടെ എമോഷൻ ന്യൂറോട്ടിക് ലെവലിൽ വർക്ക് ചെയ്യുന്ന, ഉറക്കുന്ന സമയത്ത് ഇങ്ങനെ കരയും വിചാരിച്ചോ. അയാൾ പേടിച്ചൊരു സംഭവം, ഒരു പേടി എന്ന എമോഷൻ അപ്പുറത്തേക്ക് ഒരു ന്യൂറോട്ടിക് ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്.
ആ ന്യൂറോട്ടിക് ലെവൽ വർക്ക് ചെയ്താൽ ആ ന്യൂറോട്ടിക് ആ ഏരിയ വർക്ക് ചെയ്യും, അത് ബോഡി വർക്ക് ചെയ്യും. ബോഡി വർക്ക് ചെയ്യുമ്പോൾ അവൻ്റെ നെഫ്സ് വർക്ക് ചെയ്യും. നെഫ്സ് വർക്ക് ചെയ്യുമ്പോൾ അവൻ്റെ മൈൻഡിനെ ഓവർ പവർ ചെയ്യും, മൈൻഡിനെ കമാൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് കമാൻഡിങ് മൈൻഡ്. കമാൻഡിങ് മൈൻഡ് ഈ നെഫ്സുൽ അമ്മാറ എന്ന് പറയും ഖുർആനിൽ. നെഫ്സുൽ അമ്മാറ. അതുകൊണ്ട് നമ്മുടെ എമോഷൻസ് നമുക്ക് എമോഷണൽ ലെവലിലാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. അതിനപ്പുറത്തേക്ക് ന്യൂറോട്ടിക് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ എന്തെങ്കിലും രീതിയിലുള്ളൊരു ഒരു 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 സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആയിട്ട് പുറത്തേക്ക് വരും. അത് പിന്നെ ബിഹേവിയറൽ പ്രോബ്ലംസ് ആകും, അത് പിന്നെ സൈക്കാട്രിക് പ്രോബ്ലംസ് ആകും. അതുകൊണ്ട് അതിനെ പോലും ഇല്ലാതാക്കണം. എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ 54 വർഷത്തിലുണ്ടാകുന്ന എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ ചൈൽഡ്ഹുഡിലെ പാരൻറ്റിങ്, ഞാൻ വലിയൊരു കുടുംബത്തിലെ ഒരു 10-11 മക്കളിൽ വല്യപ്പൻ്റെ 3ാമത്തെ മകൻ്റെ മോനാണ്. ഒരു 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 വലിയ പറയും, നമുക്കായിട്ടൊരു സ്കൂൾ തുടങ്ങണം, ഒരു മദ്രസ തുടങ്ങണം. ഞങ്ങൾക്കായിട്ടൊരു മദ്രസ തുടങ്ങിയിരുന്നു. ഞങ്ങളെ വല്യപ്പൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ടൊരു മദ്രസ. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റി അങ്ങനത്തെയിൽ നമ്മൾ വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒടിവുകളും മുറിവുകളും ചതവുകളും വിള്ളലുകളൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ പുറത്താക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പിടിച്ചോ. അതിന് പുറത്താക്കൽ എങ്ങനെയെന്നറിയോ? നിങ്ങളെ ഈ ഭാഗത്തോട് നടന്നോളുന്നില്ല. വേറൊരു ഈ ഭാഗത്തോട് നടക്കൂല. അതിന് അതിൻ്റെതായ തലത്തിൽ പോകണം. അത് ഞാൻ പറഞ്ഞുതരാം. അത് പാരൻറ്റിങ് ശരിക്കും പഠിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ ഇനി എങ്ങനെ പേഴ്സണാലിറ്റി ശരിയാക്കി എടുക്കണം, മക്കളെ ശരിയാക്കണം എന്ത് പഠിക്കണമെങ്കിൽ അത് ഞാൻ എൻ്റെ മെറ്റാഫിസിക്കൽ, എൻ്റെ ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ് ആണ്. ട്രാൻസ്പേഴ്സണൽ കൗൺസിലിംഗ് മീൻസ് എൻ്റെ ആത്മാവിനെ കൊണ്ടാണ് ഞാൻ പണിയെടുപ്പിക്കുക. കോഗ്നിറ്റീവ് അല്ല, ഒരു ചിന്ത മാത്രമല്ല, ആത്മാവിനെ ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുട്ടിയുണ്ട്, ഇഫ്സുർ റഹ്മാൻ, 5 വയസ്സായ ആ കുട്ടിയുടെ 5 വയസ്സുകാരൻ്റെ കുട്ടിയുടെ ഇൻസ്റ്റിക്റ്റും ഇൻറ്റ്യൂഷനും എടുത്തിട്ടാണ് എൻ്റെ 5 വയസ്സുകാരൻ്റെ മോനോട് ഞാൻ സംസാരിക്കേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കൂടെ കളിച്ചപ്പോൾ മുട്ടുകുത്തി കളിച്ചു, ആന മേലെ ഇങ്ങനെ ആനയായി കളിച്ചു എന്ന് കേട്ടില്ലേ? അവിടെ എന്താ നിർത്തുന്നറിയോ? 40-42 വയസ്സുള്ള പ്രവാചകനാണ്. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കളിക്കുമ്പോൾ ആ പ്രവാചകന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കുട്ടിയായ മനുഷ്യൻ്റെ ആ കുട്ടിയാണ് കളിച്ചത്. 18 വയസ്സ് 19 വയസ്സുള്ള ആയിഷ റളിയല്ലാഹു കൂടെ ഓർഡർ മത്സരം നടത്തിയപ്പോൾ 18 വയസ്സുകാരനായ മുഹമ്മദ് എന്ന പ്രവാചകൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു 18 വയസ്സുകാരൻ്റെ മുഹമ്മദ് ഉണ്ടായിരുന്നു. ആ 18 വയസ്സുകാരനെ കളിച്ചത്. അതുകൊണ്ട് നമ്മുടെ ഇൻറ്റ്യൂഷൻസും ഇൻസ്റ്റിങ്ക്റ്റും നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാണ് നമ്മളെ മക്കളോട് നമ്മൾ പെരുമാറേണ്ടത്. നമ്മളെ ഭാര്യ 5, 6, 8, 10 വയസ്സിന് താഴെയാണെങ്കിൽ എൻ്റെ 10 വയസ്സിന് താഴെയുള്ള അന്നത്തെ ആ മൈൻഡ് കൊണ്ട്, ആ ഇൻറ്റ്യൂഷൻ കൊണ്ട്, ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് എൻ്റെ ഭാര്യയോട് ഞാൻ പെരുമാറേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താവുന്നറിയോ? ഞാൻ എൻ്റെ കുട്ടിത്തം ഒന്നും കൂടി ആസ്വദിക്കുന്നു. യെസ്, എൻ്റെ ജീവിതം കഴിഞ്ഞ് 54 വയസ്സായിരിക്കും, പക്ഷെ പോയിട്ടില്ല. ഈ 54 ഞാനിപ്പോൾ ആസ്വദിക്കുന്നുണ്ട്. ഇവിടെ ഒരു 3 നിശാല നാളെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് 3-4 വയസ്സിലെ കുട്ടികളെ ഞാൻ ആ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഐ ആം എൻജോയിങ് മൈ 5 വയസ്സ്. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലം നമ്മൾ പുറത്തെടുത്തിട്ടാണ് നമ്മുടെ മറ്റു കുട്ടികളോട്, നമ്മുടെ വീട്ടിലോട് ഇടപഴകുന്നത്. മാത്രമല്ല നമ്മൾ മുതിർന്ന ഇപ്പോൾ ഒരു 70-80 വയസ്സിൽ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോഴോ അപ്പോൾ നമ്മൾ പക്വത എന്നതിന് പറയാം. എന്താ? നമ്മൾ 55, എനിക്ക് 50 ഉള്ളൂ, 54 ഉള്ളൂ, പക്ഷെ ഞാൻ എന്താ 80 ലെവലിലേക്ക് എൻ്റെ 54 അറിവും പക്വതയും വിചാരവും വികാരവും എല്ലാം 80 വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പെരുമാറിയാൽ എനിക്ക് അദ്ദേഹത്തോട് നല്ല ലിങ്ക് ഉണ്ടാക്കാൻ പറ്റും. സോ മനുഷ്യന്റെ മൈൻഡ് അത്രയും വലിയ സാധനം. അത് ഇടുങ്ങിപ്പോകുന്നതുണ്ട്, വികസിച്ച് അല്ലേ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലേ, പിന്നെ റസൂലിന് എന്താ പറയാ, പിന്നെ റസൂലിന് മനസ്സെടുക്കാൻ വന്നില്ലേ? അലനശ്രയിലൊക്കെ സൂറത്ത് ഇറങ്ങിയില്ലേ? ഒരു റസൂല് വിശാലം നൽകിയില്ലേ? അപ്പോൾ മനസ്സിടുങ്ങി എപ്പോഴെന്നറിയോ? മറ്റുള്ള ആളുകൾ നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോഴാണ്, നമ്മുടെ കൂടെ നമ്മൾ അംഗീകരിക്കേണ്ടുന്ന ആളുകൾ നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോഴാണ് മനസ്സിനെടുക്കാൻ വരിക. അത് ഭയങ്കരമായ ഭയങ്കരമായിട്ടുള്ള എടുക്കായിരിക്കും. അതാണ് ആ എന്തോ എടുക്കുമെന്നറിയോ? അതൊരു എനർജി സിഗ്നേച്ചറാണ്. നമ്മളൊരു എനർജി സിഗ്നേച്ചറാണ്. അപ്പം നമ്മുടെ ഒരു അനിയൻ, ഉദാഹരണം, ആ അനിയനായിട്ട് ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വിളിക്കുന്നുള്ളൂ. പക്ഷെ ഈ അനിയനും ഞാൻ തമ്മിൽ പിന്നെ ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു പിണക്കുണ്ടായാൽ ഒരു ദിവസം വിളിക്കാതെ തന്നെ 2ാമത്തെ ദിവസം എനിക്ക് വേദന അനുഭവപ്പെടൂലേ? സാധാരണ ഒരാഴ്ചയിൽ വിളിക്കുന്നുള്ളൂ, പക്ഷെ ഇന്നലെ പിണങ്ങിയിട്ട് അവിടുന്ന് പോയത്, പിറ്റേന്ന് ഞാൻ വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല, എന്തോ ഒരു പ്രയാസമായിരിക്കും. കാരണം ഇതാണ് മനുഷ്യന്റെ ആത്മാവിന്റെ കണക്ഷൻ. ഏത് ശക്തിയുള്ള മരം നിൽക്കുമ്പോഴും ആ മരം കൂടെ നിൽക്കുന്നത് അതിന്റെ ശക്തമായ വേരുകളിലൂടെ. ആ വേര് എത്രത്തോളം ഒരു മരത്തിനെ താങ്ങി നിർത്തുന്നു, അതുപോലെ ഒരു മനുഷ്യന്റെ ആത്മാവിനെ താങ്ങി നിർത്തുന്നതാണ് അവന്റെ ബന്ധങ്ങൾ. എന്ത് ബന്ധം?
കാരുണ്യത്തിന്റെ ബന്ധം. പ്രപഞ്ചം മുഴുവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ആറ്റങ്ങൾ ചലിക്കുന്നത്, ആറ്റത്തെ ചലിപ്പിക്കുന്നത് പുറത്തുനിന്നുള്ള, മാക്സ് പ്ലാങ്ക് പറയുന്നത് പുറത്തുനിന്നുള്ള ഒരു എനർജിയാണ് ഈ ആറ്റത്തിനുള്ള ചലിപ്പിക്കുന്നത്. അങ്ങനെ ഏത് ആറ്റം ചലിച്ചാൽ ആ ആറ്റത്തെ ചലിക്കുന്ന ആറ്റത്തിന്റെ ഒരു ടോട്ടൽ സാധനമാണ് ഈ ഒരു വസ്തു, മാറ്റർ. ആ മാറ്റർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ സാധനം പേര് ചലിക്കാൻ തുടങ്ങും. നിങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്ന സാധനം ഇവിടെ വെച്ചോക്ക്, അതിങ്ങനെ ചലിച്ച് ഇങ്ങനെ വട്ടം ചുറ്റാൻ തുടങ്ങും. അതിങ്ങനെ വട്ടം ചുറ്റും. അപ്പൊ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഭൂമി ആകാശത്ത് ഇങ്ങനെ ചുറ്റുന്നത്? കാരണം ഇത് ഉള്ളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യാണ്. ഇതിന്റെ ഉള്ളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ആരാ? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. അതിനെ വൈബ്രേറ്റ് ചെയ്യുന്ന ആരാ? കോക്സ്, സബ് കോക്സ്. അതിനാരാ വൈബ്രേറ്റ് ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്, എക്സ്റ്റേണൽ ഫോഴ്സ്. മാക്സ് പ്ലാങ്ക് പറയാം. അതുകൊണ്ട് ഈ മാറ്ററിന്റെ ഉള്ളിൽ ഈ വൈബ്രേഷൻ നടത്തുന്ന പുറത്തുള്ള ഒരു ബുദ്ധിയുള്ള ഒരു ആത്മാവിന്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം എന്ന് മാക്സ് പ്ലാങ്ക് പറയാം. അതുകൊണ്ട് ഈ ഇങ്ങനെ വരുമ്പോൾ ഭൂമി ഇങ്ങനെ സൂര്യനെ ചുറ്റുന്നു, ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നു. അപ്പൊ ഈ ചുറ്റലിന്റെ പിടുത്തം വിട്ട് പോകാത്തത് അവിടെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിനെ ആകർഷിക്കുന്നതിന്റെ ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് കൊണ്ട് അത് ആകർഷിക്കുന്നത്. ആ ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ സംവിധാനിച്ച ആകാശഭൂമികൾ സൃഷ്ടിച്ച സമയത്ത് കുടുംബബന്ധം എന്ന് പറയുന്ന ആള് വന്നു. അള്ളാഹു ഹദീസ, കുടുംബബന്ധം വന്നിട്ട് ആള് ചോദിച്ചു, എന്തുവാ? അള്ളാഹുവേ, എന്നെ മുറിക്കുന്നവരെ ഞാൻ മുറിക്കും കേട്ടോ, അല്ല എന്നെ മുറിക്കുന്നവരോട് നീ ബന്ധം മുറിക്കൂലേ? അള്ളാഹ് പറഞ്ഞു, യെസ്, ഞാൻ ബന്ധം മുറിക്കുന്നു. അത് എപ്പോഴാണ് ചോദിച്ചത്? ആകാശഭൂമികളെ സംവിധാനിക്കുന്ന സമയത്താണ് ഈ കുടുംബബന്ധം എന്ന് ചോദിച്ചത്. അതെന്തേ? ആ ഹദീസ് എടുത്ത് വായിച്ചു നോക്ക്. ആകാശഭൂമികളെ സംവിധാനിച്ചു എന്ന് പറയുന്ന ആ സമയത്ത് കുടുംബബന്ധം എന്ന് പറയുന്ന സാധനം അള്ളാഹിനോട് വന്നിട്ട് ചോദിക്കണം, അള്ളാഹുവേ, എന്നെ മുറിച്ചവരെ എന്നോട് ബന്ധം നീ മുറിക്കൂലേ? അള്ളാഹ് പറഞ്ഞു, യെസ്, ഞാൻ ബന്ധം മുറിക്കുന്നു. കാരണം എന്തേ? പ്രപഞ്ചത്തെ പിടിച്ചു നിർത്തുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെങ്കിൽ ആത്മീയ ലോകത്തെ ആത്മാവുകളെ പിടിച്ചു നിർത്തുന്ന സാധനം റഹ്മത്താണ്. ആ റഹ്മത്ത് എവിടുന്ന? അള്ളാഹിന്റെ റഹ്മത്തിന്റെ 100-ൽ 1 അംശം മാത്രമേ ഭൂമിക്ക് ഇറക്കിയിട്ടുള്ളൂ. ആ റഹ്മത്തിന്റെ അംശം എനിക്കും നിങ്ങൾക്കും ജിന്നുകൾക്കും മൃഗങ്ങൾക്കും എല്ലാം കിട്ടിയ റഹ്മത്ത്, ആ റഹ്മത്തിന്റെ അംശം. അതുകൊണ്ട് മനുഷ്യന്മാരുടെ ആത്മാവുകൾ തമ്മിലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് റഹ്മത്താണ്. റഹ്മത്ത് പോയാൽ എല്ലാം പോയി. റഹ്മത്ത് പോയാൽ റഹ്മത്തിൽ നാട്യകറ്റപ്പെട്ടവൻ വരും. ആര്? ഇബ്ലീസ്. അതുകൊണ്ട് കുടുംബബന്ധം എവിടെയാണോ ശിഥിലമാക്കുന്നത് അവിടെ ജിന്നും ശൈത്താനും പ്രേതം ഭൂതം ഒക്കെ ഉണ്ടാവും. എവിടെ നിങ്ങൾ പിശാച് ബാധയോ സിഹറോ അല്ലെങ്കിൽ കണ്ണൂറോ വർക്ക് ചെയ്യുന്നുണ്ട് വിചാരിച്ചോ, അവിടെ കുടുംബബന്ധം തകർന്നിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ കുടുംബബന്ധം പോയി പരിശോധിച്ചോ, അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും അവിടെയുള്ള പ്രശ്നം അതാണ്. അതല്ലേ സിഹിറിന്റെ ആയത്ത് പറഞ്ഞ്, സിഹിറിന് വിശദീകരിക്കുന്ന ആയത്തിലെ പറയുന്നത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കുന്ന കലകളും അവർ പഠിപ്പിച്ചു. അപ്പൊ സിഹിറും ഈ കല ഒന്ന് തന്നെയാണ്. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർക്ക് പിണക്കം ഉണ്ടാകുന്ന സിഹിർ ഉണ്ടെന്നല്ല, സിഹിർ ഉണ്ടായി പ്രവർത്തിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നം ഉണ്ടായിട്ടാണോ? നിങ്ങൾ ഭാര്യ ഭർത്താവ് സ്ട്രോങ് റിലേഷൻ ആണെങ്കിൽ ഒരു സിഹിറും നിങ്ങൾക്ക് അടിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ പോസിറ്റിവിറ്റി ആണെങ്കിൽ 100 ഉണ്ടെങ്കിൽ, നമ്മുടെ പേഴ്സണാലിറ്റി ശരിയാണെങ്കിൽ സിഹിർ ഇങ്ങനെ ഓംലേറ്റ് അടിച്ചെന്നാൽ കൊള്ളൂല. ഓംലേറ്റ് അടിച്ചു കൊടുക്കുന്നു. അപ്പൊ ചോദിച്ചോളൂ, ഇല്ലാബി ഇതിനില്ല അള്ളാന്റെ അറിവോട്. യെസ്, ഇല്ലാബി ഇതിനില്ല എല്ലാം അങ്ങനെ തന്നെയല്ലേ? എല്ലാ ബീദിനിലും എല്ലാം അങ്ങനെ തന്നെയല്ലേ? ഇല്ലാ ബീദിനില്ല മറികടക്കുന്ന വർത്താനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇതിന്റെ നോർമൽ സെറ്റപ്പാണ് പറയുന്നത്. ഇല്ലാ ബീദിനില്ല എന്നുള്ളത് ഒരു ഖവാരിക്ക് പിന്നിൽ പ്രാപഞ്ചിക നിയമത്തിന് അപ്പുറത്തായിട്ട് സംഭവിക്കുന്ന സംഗതിയാണ്. ഇല്ലാ ബീദിനില്ല എന്ന് പറഞ്ഞ സംഗതി മനസ്സിലെ ഖവാരിക്ക് ലാദാത്ത് എന്ന് പറയും, പ്രാപഞ്ചിക നിയമത്തിന് അപ്പുറത്ത്. പക്ഷെ പ്രാപഞ്ചികത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആണെങ്കിൽ സിഹിർ കലക്കി തന്നെ കൊള്ളൂല. ശൈത്താനും ഇബ്ലീസിനും വരെ കയറാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ 10-17 വർഷമായി ഞാൻ ചികിത്സ ചെയ്യുന്ന ആള്. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അന്തിമ പരിഹാരം എവിടെ റബ്ബേ എന്ന് കാബത്തിനെ വെച്ചിട്ട്, മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ചിട്ട് കാബത്തിന്റെ കില്ല പിടിച്ച് പ്രാർത്ഥിച്ചിട്ട്, റബ്ബേ ഇതിനൊരു പരിഹാരം, ഇതിനൊരു അന്തിമ സൊല്യൂഷൻ, സിഹറും ഇതിനൊരു കേരളത്തിലെ സമൂഹത്തിന് അള്ളാഹുവെ ജനങ്ങൾ ഞങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. ഞങ്ങളെ പോലത്തെ 4-5 വ്യക്തികൾ അതിന്റെ തലപ്പത്തിരുന്ന് പറയുന്നത്. അതുകൊണ്ട് റബ്ബെ ഇതിന് പരിഹാരം കാണിച്ചോട്ടെ. ഇത് അറിവ് എവിടെയാണ്? അവിടെ എന്നെ എത്തിച്ചുകൊണ്ട് റബ്ബെ ഞാൻ തഹജ്ജുദിന് പ്രാർത്ഥിച്ചിട്ട്, മക്കായിലെ ഹറമിലെ എത്തിക്കാഫിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അന്ന് തന്നെ അവിടെ എത്തിച്ചിട്ടു. ഇന്ന് പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്. ഏത് പ്രശ്നം സോൾവ് ചെയ്യാം ജനങ്ങൾ സഹകരിച്ചാൽ. കാരണം ഇതെല്ലാം കൂടെ കൊള്ളുന്നത് എവിടെയാ? മൈൻഡിലാണ്. എനിവേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ സൈക്കോളജിക്കൽ തിയറി. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന പഴയ കാലത്തുള്ള മെമ്മറികളൊക്കെ പോയി തിരിച്ചെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ലൈഫ് കോച്ചിങ്ങിലൂടെ ഞാൻ പാരന്റിങ് പഠിപ്പിക്കുന്നുണ്ട്. ആ പാരന്റിങ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളുടെ പാരന്റിങ് എന്ന് മാത്രമല്ല, നമുക്ക് കിട്ടിയ റോങ് പാരന്റിങ്ങിനെ ഇപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. എനിക്ക് അന്ന് കിട്ടിയ റോങ് പാരന്റിങ്ങിനെ റൈറ്റ് പാരന്റിങ് ഇപ്പൊ കൊടുത്തിട്ട് എനിക്ക് പഴയ റോങ് പാരന്റിങ്ങിനെ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക്
അന്ന് എനിക്ക് കിട്ടിയ റോങ് പാരന്റിങ് ശരിയാ. എൻ്റെ ഫാദർ ടൈറ്റ് നല്ല ടഫ് പേഴ്സണാലിറ്റി, ആർമി ഓഫീസറായിരുന്നു, നല്ല ടഫാണ്. പിന്നെ എൻ്റെ ഫാദറിനെ പോലും ഞാൻ കുറച്ച് സോഫ്റ്റ് ആക്കി. ഞാൻ ഒറ്റക്കല്ല, ഞാനും എൻ്റെ സിസ്റ്റേഴ്സും കൂടിയാണ്. പിന്നെ എൻ്റെ മകൻ വന്നതോട് കൂടി പിന്നെ ഫാദറെ പറ്റി അത് പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ കാരുണ്യമായ മക്കൾക്ക് ആരുടെ എന്ന കാര്യം കിട്ടിയെന്ന് നിങ്ങൾക്കറിയാം. മക്കളുടെ അടുത്ത് നോക്കിയാലും അവരുടെ ഇന്റലക്ച്വൽ മൈൻഡ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതാരാ? ഫ്രം ദ സൊസൈറ്റി, എഡ്യൂക്കേഷൻ ടീം, അവരെ പഠിപ്പിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ പുറത്തുനിന്നാണ്. IT, കമ്പ്യൂട്ടറും സയൻസ്, ഇതാണ് അവർ അല്ലേ ഇന്റലക്ച്വൽ വർക്ക് മൈൻഡ് ചെയ്യുന്നത്. മാതാപിതാക്കളെക്കാൾ കൂടുതലും അവർക്ക് ഇന്റലക്ച്വൽ വർക്കിംഗ് കിട്ടുന്ന സൊസൈറ്റിയിലാണ്. അതുകൊണ്ടാണ് അവരെ TV-യിലും മൊബൈലിലൊക്കെ പോണത്. അവർക്ക് ഏറ്റവും കൂടുതൽ സ്പിരിച്വാലിറ്റി എവിടെ നിന്ന് കിട്ടേണ്ടത്? മാതാപിതാക്കളിൽ നിന്ന്, ആത്മീയത. അതെന്താ? അതിങ്ങനെ മൊല്ലാക്കാൻ ഏൽപ്പിച്ചാൽ നടക്കൂല. നിങ്ങൾ നിങ്ങളെ കുടുംബത്തെ നരകത്തിൽ രക്ഷിക്കുന്നത് അള്ളാഹ് നമ്മളോട് പറഞ്ഞ ബാധ്യതയാണ്. പുരുഷനോട് പറഞ്ഞതാ. അത് മൊല്ലാക്ക 35 റുപ്യ വരിസംഖ്യ കൊടുത്തുകൊണ്ട് മൊല്ലാക്കാൻ ഏൽപ്പിച്ച ആളല്ല. മൊല്ലാക്കാരനെ ഏത് വേസ്റ്റ് കാര്യം മൊല്ലാക്കാരതാണ്. ഇത് എൻ്റെ മക്കളുടെ ആത്മീയത. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ മദ്രസ പറഞ്ഞിട്ടില്ല. എൻ്റെ രണ്ട് മക്കളെ രണ്ടും ഞാൻ മദ്രസ പറഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരുടെ ശരിക്കൊരു മുസ്ലിമത്തുമായിട്ട് മുഅ്മിനായിട്ട് ജീവിക്കാനുള്ള എല്ലാ അഖീദയും മനഹജും പിന്നെ മുഅമലത്തും ഇബാദത്തും അവർ പഠിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അത് അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും അവരെ പഠിപ്പിക്കുന്ന പിന്നെ മാഷുമാരും വരെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മക്കളെ നിങ്ങൾ എവിടെ മതം പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, മക്കളെ മതം പഠിപ്പിച്ചാലും മക്കളെ ഞാൻ മതം ജീവിച്ചു, ഞാൻ എൻ്റെ വൈഫ് ജീവിക്കുമ്പോൾ ദേ ലേൺ ഇറ്റ് ഫ്രം അസ്. സോ സ്പിരിച്വാലിറ്റി ദേ ഹാവ് ടു ഗെറ്റ് ഫ്രം യു. നിങ്ങളിൽ നിന്നാണ് അവരുടെ ആത്മീയത കിട്ടേണ്ടത്, മതം കിട്ടേണ്ടത്. ആൻഡ് ഇന്റലക്ച്വൽ ഫ്രം ദ സൊസൈറ്റി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്, ആ ഇന്റലക്ച്വൽ മാതാപിതാക്കളിൽ നിന്ന് മറ്റും കിട്ടാത്തതുകൊണ്ട് നോർമലി ഒരു സൊസൈറ്റിയിൽ പോകും. പിന്നെ സ്നേഹം അത് മുതിർന്നവരിൽ നിന്നാണ് കിട്ടുക. പ്രത്യേകിച്ച് മക്കൾക്ക് ഇപ്പം നമ്മളോട് ചോദിച്ചു നോക്കാം, നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളെക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റ് വല്യപ്പനോടും വല്യമ്മനോടും. കാരണം വലിയ മാതാപിതാക്കൾ അവർ കൊടുക്കുന്ന സാധനമുണ്ട് സ്നേഹം. വല്യപ്പയും പേരക്കുട്ടിയെ കൊടുക്കുക. സ്വന്തം മക്കളെ സ്നേഹിക്കാത്തതിൽ പോലും സ്നേഹിക്കുന്നതിന് അപ്പുറത്തായിരിക്കും പേരമക്കളെ സ്നേഹിച്ചിട്ടുണ്ടാകുക. അത് ഇതിന്റെ സെറ്റപ്പ് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ സ്നേഹം നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന റോങ് പാരന്റിങ്ങിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്ന സംഗതികൾ നമുക്ക് തിരിച്ചു പഠിക്കേണ്ടതുണ്ടാകും, മറിച്ച് പഠിക്കേണ്ടതുണ്ടാവും. ചിലത് പഠിച്ച് തിരുത്തി പഠിക്കാണ്ടാവും, ചിലത് അൺലേണിംഗ് ഉണ്ടാവും. അൺലേണിംഗ്, യു ലേൺ സംതിങ് റോങ്, ഡിലേറ്റ് ഇറ്റ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിന്റെ റൈറ്റ് പാരന്റിങ്, പിന്നെ ചെറുപ്പത്തിൽ കിട്ടിയ റോങ് പാരന്റിങ്ങിന്റെ എഫക്റ്റ് നമ്മളിൽ നിന്ന് ഒഴിവാക്കുവാൻ നമ്മൾ പാരന്റിങ് കോഴ്സ് പഠിച്ചാൽ എൻ്റെ എല്ലാ ജീവിതത്തിലും എൻ്റെ റോങ് പാരന്റിങ് എനിക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് നമ്മളെന്താ ചെയ്തു കൊടുക്കുന്നവർക്ക് 100 എക്സാമ്പിൾ. നിങ്ങളെ കുട്ടിയോട് ഓരോ സന്ദർഭത്തിൽ പറയേണ്ടുന്ന വാക്കുകൾ 100 എക്സാമ്പിളേയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ എക്സാമ്പിൾ നിങ്ങൾ ആവർത്തിച്ച് വായിച്ചാൽ നിങ്ങളെ കുട്ടികളോട് പെരുമാറുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. കുട്ടികളെ എങ്ങനെ പെരുമാറുന്നറിയോ? ഡു ആൻഡ് ഡോട്ട്. അങ്ങനെയല്ല, അത് ചെയ്യരുത്, അങ്ങനെയല്ല. എന്തുകൊണ്ട് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം, ആരോട് ചെയ്യരുത് എന്നതാണ്. അതുകൊണ്ട് WH ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക. ഹൂ, വൈ, വാട്ട്, വേർ. WH ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസിന് മറുപടി, ആ WH ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കുന്നതാണ് ഡീബ്രീഫിംഗ് അറിയും. അതായത് യാഥാർത്ഥ്യവും കുട്ടികളുടെ മൈൻഡും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്ത് വിശദീകരണമാണോ ആ വിശദീകരണം കൊടുത്തേ പറ്റൂ. അത് കൊടുക്കാൻ പഠിക്കലാണ് അടുത്ത പാരന്റ് ആവല്. അല്ലാതെ വെറും കല്യാണം കഴിച്ച് പിന്നെ കുട്ടികളുണ്ടായതുകൊണ്ട് ഉണ്ടായാലല്ല. അതിനപ്പുറത്തേക്ക് പിതാവാവണം. പിതാവായാലും മാതാവായാലേ കുട്ടികളാകാൻ പറ്റൂ. അതുകൊണ്ട് ഇത്തരം വ്യക്തിത്വ മൂല്യങ്ങൾ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മളെ മൊല്ലാക്കന്മാരെ ഏൽപ്പിച്ചതാണ് ഈ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരം. വല്ലാഹി ഏറ്റവും വലിയ മണ്ടത്തരം അതാണ്. ഈ മതം വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇബാദത്ത് പഠിപ്പിച്ചാൽ നന്നാവുന്നത്. നോ, വ്യക്തിത്വം പഠിപ്പിക്കേണ്ടത് അത് ശരിയായ വ്യക്തികളിൽ നിന്ന്, അവരുടെ 100-ൽ നിന്ന് കിട്ടേണ്ടതാ. അത് 35 റുപ്യ 50 റുപ്യ വരിസയ്ക്ക് കൊടുത്തിട്ട് ഒരു ചവറ് മൊല്ലാക്കാനെ ഏൽപ്പിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വ്യക്തിത്വം. അതുകൊണ്ട് 100ഓളം എക്സാമ്പിൾസ് നമ്മൾ പഠിപ്പിക്കുക. മാത്രമല്ല പ്രശ്നം, ഞാൻ ഇതിന്റെ നമ്മളെ ഉള്ളിലുള്ള 100നെ കുറിച്ചാണ് പറയുന്നത്. ഈ 100ആണ് ഇതെല്ലാം സോൾവ് ചെയ്യുന്നത്. അതിനുള്ള 100 എല്ലാം സോൾവ് ചെയ്യുന്നത്. ഇതിന്റെ തലങ്ങൾ പിന്നെ ഞാൻ കൂടുതൽ വിശദീകരിച്ചല്ല. അതുകൊണ്ട് ഈ 100 ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വരികയാണെങ്കിലും ആ പ്രശ്നത്തെ പരിഹരിക്കുക. എന്താ നിങ്ങൾ വിചാരം? ആ പ്രശ്നത്തിന്റെ പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നെഞ്ചിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പരിഹരിക്കുവാനുള്ള അറിവ് ഇതിനകത്തുണ്ട്, കഴിവ് ഇതിനകത്തുണ്ട്. അതിനെ പുറത്തെടുക്കാനുള്ള അറിവാണ് എനിക്ക് ആവശ്യം. ആ അറിവ് എന്താണെന്നറിയോ? ആ അറിവാണ്
നോ പ്രോബ്ലം ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ അസാൾട്ട് ഓഫ് എ സസ്റ്റൈൻഡ് തിങ്കിങ്. 16-ാം നൂറ്റാണ്ടിലുണ്ടായത് ഫ്രഞ്ചിലുണ്ടായിരുന്ന ഒരു സാഹിത്യകാരൻ്റെ, അദ്ദേഹത്തിൻ്റെ വോൾട്ടയർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ വാക്കാണ്. എന്താണെന്നറിയോ? നോ പ്രോബ്ലം ക്യാൻ വിത്ത്സ്റ്റാൻഡ്, ഒരു പ്രശ്നത്തിനും പിടിച്ചു നിൽക്കാൻ പറ്റൂല. ദ അസാൾട്ട്, അടി, തുടർച്ചയായ അടി, ഓഫ് എ സസ്റ്റൈൻഡ് തിങ്കിങ്, തുടർച്ചയായ നിരന്തരമായ ചിന്തയുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിനും പഠിച്ചേക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ WH ക്വസ്റ്റ്യൻസ്, അതാണ് ഒരു കുട്ടി, ആത്മാവിൻ്റെ ചോദ്യം അങ്ങനെയാണ്. ആത്മാവിൻ്റെ ചോദ്യങ്ങൾ WH ക്വസ്റ്റ്യൻ. ഹൗ, എന്ത്, എങ്ങനെ, ആര്, എവിടുന്ന്, എപ്പോ, എന്തിന്, എന്തുകൊണ്ട്. അപ്പോൾ വന്ന പ്രശ്നത്തിന് ഇങ്ങനെ ചോദിച്ച് അതിനെ പ്രശ്നത്തിനെ ഡിസ്മാൻഡിലിംഗ് പ്രോബ്ലംസ് തന്നെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഡിസ്മാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ 10-12 സ്റ്റെപ്പ് ഉണ്ട് ഒരു പ്രോബ്ലത്തിന് ഡിസ്മാൻഡിൽ ചെയ്യാൻ, അടിച്ച് പൊട്ടിക്കാൻ. പ്രോബ്ലത്തിന് അടിച്ച് 4 സൈഡ് പൊട്ടിച്ച് കഴിഞ്ഞാൽ പ്രോബ്ലത്തിനെ ഉണ്ടാവും ഒരു കടലമണിൻ്റെ അത്ര. ഇത് വലിയൊരു ഫുട്ബോളിൻ്റെ അത്രയായിട്ട് ഉണ്ടാവും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ. കടലമണിൻ്റെ അത്രയും പ്രോബ്ലം ഉണ്ടാവുള്ളൂ. ഞാൻ പറയാം, നമ്മളെ നമ്മളെ പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടല്ലോ, ആ അടുക്കളയില്ലേ, അതിന് പോകുന്ന പൈപ്പ് ഉണ്ടാവും. അത് വാഴൻ്റെ മരട്ടക്കോ തെങ്ങിൻ്റെ മരട്ടക്കോ ഒക്കെ തിരിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു മുടിനാര് അല്ലെങ്കിൽ ഒരു ചകിരിത്തൊപ്പ കുടുങ്ങിയാൽ പിന്നെ അവിടെ അടിഞ്ഞുകൂടി, വേസ്റ്റ് അടിഞ്ഞുകൂടി എന്തായി, സിങ്കിൽ വെള്ളം കിട്ടും പൊന്തും. അപ്പോഴാണ് നമ്മൾ അവിടെ പോയി തൊട്ടുക. ആ പ്രശ്നം എന്തായി? അപ്പോൾ റിയലി അവിടെയുള്ള പ്രോബ്ലം നീക്കി നോക്കുമ്പോൾ ഒരു മുടിയാണ് പ്രശ്നം. എന്നതുപോലെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം നിങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ചെറിയൊരു പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഡിസ്മാൻഡിൽ ചെയ്ത പ്രോബ്ലം. അതുകൊണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആത്മാവിനെ പവർ കൂട്ടിക്കൊണ്ട് ഈ പ്രശ്നത്തെ അടിച്ചാൽ പ്രശ്നം പൊളിയും. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഓരോ പ്രതിസന്ധിയുടെ ഒപ്പം, എന്ന് പറഞ്ഞാൽ പിന്നീട് എന്നല്ല. നമ്മുടെ മൊല്ല സമുദായം പഠിപ്പിച്ചത്, ഇപ്പൊ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങൾ ക്ഷമിക്കും, പിന്നീട് വിജയം വരും, പിന്നീട് സമാധാനം വരും, പിന്നീട് ഈസി വരുന്നു. പിന്നീടല്ലോ, ഇപ്പോ. കാരണം ഇപ്പൊ വരും, ഇപ്പൊ ഈ പ്രശ്നത്തിനൊപ്പം ഉണ്ട്. കാരണം ഇന്ന മീൻസ് വിത്ത്, അതിനൊപ്പം മാത്രമല്ല. പ്രോബ്ലം മീൻസ് വാട്ട്? ഡിസോർഡേഴ്സ് ഇൻ ദ ലൈഫ്. ജീവിതത്തിലുണ്ടെന്നുണ്ട് ഡിസോർഡറാണ് പ്രോബ്ലം. ജീവിതത്തിലുണ്ടാകുന്ന ഡിസോർഡറുകളാണ് പ്രോബ്ലം. ആ പ്രോബ്ലത്തിനെ നിങ്ങൾ എപ്പോൾ ഓർഡർ ആക്കുന്നു, പ്രോബ്ലം സോൾവ് ആയി. നിങ്ങളുടെ ജീവിതത്തിൽ തരണം ചെയ്ത പ്രശ്നം എടുത്ത് നോക്ക്. നിങ്ങൾ എന്താ ചെയ്തിട്ടുണ്ടാവുക? ആ ജീവിതത്തിൽ ഒരു ഡിസോർഡർ ഉണ്ടായിരുന്നു, അതിനെ നിങ്ങൾ ഓർഡറാക്കി മാറ്റി പ്രശ്നം പരിഹരിച്ചു. അതുകൊണ്ട് ഓർഡർ എപ്പോൾ തെറ്റുന്നോ അപ്പോൾ പ്രശ്നം ഉണ്ടാവും. ദാറ്റ് മീൻസ് പ്രശ്നം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നം തന്നെ ഡിസോർഡറാണ്, ഓർഡർ അവിടെ ഉണ്ട്, ഇതിനിങ്ങോട്ടാക്കിച്ചാൽ മതി, കഴിഞ്ഞൊരു കാര്യം. അതുകൊണ്ട് ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്ന് മാത്രമല്ല, ചില പ്രശ്നങ്ങൾ നമ്മൾ തരണം ചെയ്യാൻ എന്താണെന്നറിയോ, നമ്മൾ ചെയ്യും പ്രാർത്ഥിക്കുക. യെസ്, പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം? അതിൻ്റെ ഹിക്മത്ത് നിങ്ങൾക്ക് അറിയോ? അതിൻ്റെ സീക്രട്ട് കുറേ വിശദീകരിക്കണ്ട, പക്ഷേ അതിന് പറഞ്ഞുതരാം. ഗുഹയിലും കുടുങ്ങിയ 3 യാത്രക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ? റസൂലിന്റെ ഹദീസ്. 3 യാത്രക്കാർ യാത്ര പോകുന്ന സമയത്ത് ഗുഹയിൽ കുടുങ്ങി. രാവിലെ കുടുങ്ങല്ല, അവർ അന്തി ഉറങ്ങി. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഗുഹാമുഖത്ത് വലിയൊരു കല്ല്. 3 ആളും പ്രാർത്ഥിച്ചു. ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ കല്ലൽപ്പം നീങ്ങി, അടുത്ത ആൾ പ്രാർത്ഥിച്ചപ്പോൾ കല്ലൽപ്പം നീങ്ങി, അടുത്ത ആൾ പ്രാർത്ഥിച്ചപ്പോൾ കല്ലൽപ്പം നീങ്ങി. ഇതെന്തായിരുന്നു? 3 ആളുടെ പ്രാർത്ഥനയിൽ എന്തുണ്ടായിരുന്നത്? അവരെ ഇബാദത്ത് വെച്ചിട്ടല്ല ചെയ്തത്, അവർ ഡെലിവറിങ് ഗ്രേറ്റ്നെസ് വേൾഡ്, ലോകത്തിൽ ചെയ്ത നന്മ വെച്ചിട്ടാണ് ചോദിച്ചത്. അവർ നിസ്കരിച്ച തഹജ്ജുദിന്റെ എണ്ണം വണ്ണോ അല്ല ചോദിച്ചത്, അവരെ ഇബാദത്തല്ല ചോദിച്ചത്. അതുകൊണ്ട് ഡെലിവറിങ് ഗ്രേറ്റ്നെസ് വേൾഡ്, അവർ ലോകത്തിൽ ചെയ്ത ഖൈറുകൾ മാത്രമല്ല. സക്കരിയ നബിക്ക് യഹ്യ നബിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. സക്കരിയ നബിന്റെ ഭാര്യ അഖീമയായിരുന്നു, ഗർഭം ധരിക്കാത്ത സ്ത്രീയായിരുന്നു. അവളെ അസ്ലഹിന, നാം ശരിയാക്കി കൊടുത്തു. യുസാരിഉന ഫിൽ ഖൈറാത്ത്, അവര് യുസാരിഉന ഫിൽ ഖൈറാത്ത്, ഖൈറിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ മുൻകടന്നവരായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾക്ക് ഡെലിവറിങ് ഗ്രേറ്റ്നെസ് വേൾഡ്, ലോകത്തിന് നന്മ ചെയ്യുക, അതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്ന നന്മ എടുത്ത് വെച്ചൊക്കെ തപസ്സുൽ ഇതൊക്കെ കാര്യം തുറക്കും, ഓപ്പണാക്കി തരും. നിങ്ങളെ ഇബാദത്തിന്റെ എണ്ണം വെച്ച് ചോദിച്ചാലോ കിട്ടൂല. കാരണം എന്താ? ഈ ഇബാദത്തിന് എണ്ണം വെച്ചാൽ തരല്ല. 500 വർഷം പാറപ്പുറത്ത് ഇരുന്ന് ഇബാദത്ത് ചെയ്തൊരു വ്യക്തി, റസൂലിന്റെ ഹദീസാ, മരിച്ചു എന്നിട്ട് അള്ളാഹുനോട് ചോദിച്ചു, അള്ളാഹ് എനിക്ക് സ്വർഗം വേണം, ഞാൻ 500 വർഷം പാറപ്പുറത്ത് ഇരുന്നിട്ട് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹ് പറഞ്ഞോ, എനിക്ക് എൻ്റെ ഇബാദത്ത് കൊണ്ട് സ്വർഗം കിട്ടൂല. എനിക്ക് ഇബാദത്ത് കൊണ്ട് സ്വർഗം കിട്ടിയ. അള്ളാഹ് പറഞ്ഞു, എൻ്റെ കാരുണ്യം കൊണ്ട് തരാം. എൻ്റെ കാരുണ്യം വേണ്ട, ഞാൻ ഇബാദത്ത് ചെയ്തതുകൊണ്ട് തന്നെ വേണം. മലക്കിനോട് പറഞ്ഞ മലക്കിനോട് പറഞ്ഞ എൻ്റെ ഇബാദത്തൊന്ന് തൂക്കി നോക്കാം. തൂക്കി. മലക്ക് പറഞ്ഞ ഇബാദത്ത്, പിന്നെ അള്ളാഹിനോട് പറഞ്ഞ അള്ളാഹുവേ എൻ്റെ ഇബാദത്തൊക്കെ ഞാൻ തൂക്കി നോക്കുമ്പോൾ ഒരു കണ്ണിന്, അവൻ 2 കണ്ണ് കൊടുത്തിട്ടില്ലായിരുന്നു, ഒരു കണ്ണിന് പോലും അതില്ല. അതുകൊണ്ട് നിങ്ങളെ ഇബാദത്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഒരു ചൂക്ക് കിട്ടാൻ പോണില്ല. നിങ്ങൾ ലോകത്തിന് ചെയ്ത നന്മയുണ്ടോ
അത് വെച്ച് ചോദിച്ചോ, നിങ്ങളെ വിജയം കിട്ടും. അതുകൊണ്ട് ഇവിടെ നമ്മൾക്ക് അറിവുകളും കഴിവുകളും, ആ അറിവും കഴിവും ചെയ്ത് ജനങ്ങൾക്ക് ചെയ്ത നന്മയും അത് വെച്ചിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹ് ഉറപ്പായിട്ടൊക്കെ ഓപ്പണാക്കി തരും. എന്ത് മുസീബത്ത് അള്ളാഹ് ഓപ്പണാക്കി തരും. ഈ ഹിക്മത്ത് കൊടുത്തിട്ട് ഇത് ഇതേ രീതിയിൽ വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലും മൊല്ലാക്ക് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഐ എം ഷുവർ യു നോ വൈ. ബിക്കോസ് അതാ ഞാൻ പറഞ്ഞത്, എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു സിലബസാണ് ഈ യൂണിവേഴ്സിറ്റിന്റെ സിലബസ്. അതിൽ നിന്നെടുത്തിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വ്യാഖ്യാനം, ഇനി മാത്രമല്ല വിശദീകരണം ഞാൻ കൊടുത്തത്, ഇത് മാത്രമല്ല വിധിവിശ്വാസം. 6 ഈമാൻകാരുണ്ട്, അതിലൊന്ന് വിധിയിൽ വിശ്വസിക്കില്ല. എന്നിട്ട് എന്താ ഈമാനോട് കൂടാൻ വേണ്ടി വിധിയിലാണ് വിശ്വസിച്ചിട്ട് എന്തായി ഒക്കെ വിധിച്ചു. എന്നിട്ട് എന്ത് മനുഷ്യൻ എന്ത് ചെയ്താലോ അതും അള്ളാഹ് വിധിച്ചിട്ടില്ല. എന്താ പച്ചി അള്ളാഹിന്റെ പരീക്ഷണം, എന്താ പച്ചി അള്ളാഹ് അങ്ങനെ വിധിച്ചു, അള്ളാഹ് എനിക്ക് ഏകിയിട്ടില്ല. എടാ പൊട്ട, അള്ളാഹ് അങ്ങോട്ടും വിധിച്ചിരുന്നു ഇങ്ങോട്ടും വിധിച്ചിരുന്നു. നീ ഇത് പോയി പ്രവർത്തിച്ചോണ്ട ഇത് ഗവതി നിനക്ക് വന്നത്. ഇത് പറയുന്ന മൊല്ലന്മാരുടെ മുമ്പിൽ ചികിത്സക്കാരിലുണ്ട്. ഇത് അള്ളാഹ് വിധിച്ചിട്ടില്ല ചെങ്ങ അള്ളാഹ് അങ്ങോട്ടും വിധിച്ചിട്ട് ഇങ്ങോട്ടും വിധിച്ചിട്ട് നീ അത് പോയി ചെയ്തുകൊണ്ടാണ് നിനക്ക് കിട്ടാഞ്ഞത്. ഇത് പോയി ചെയ്ത് കിട്ടുമായിരുന്നു. സോ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ പ്രോബ്ലംസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് എടുത്താൽ എനിക്ക് എത്രത്തോളം വിജയിക്കാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുക? എൻ്റെ മാതാപിതാക്കൾ എന്നെ എനിക്ക് ബുദ്ധിയും പ്രായോഗം വരുന്നത് വരെ അവരല്ലേ നോക്കിയത്, വളർത്തിയത്, അവരെ ഏത് കോളേജിൽ കൊണ്ടുപോയി ചേർത്തു, ഏത് സ്കൂളിൽ പഠിപ്പിച്ചു, എന്ത് പഠിപ്പിച്ചു എന്നതിനനുസരിച്ചാലും ഞാൻ ആവുക. അപ്പം ഞാനല്ല ഉത്തരവാദിത്തം നമ്മൾ പറയാം. നോ, അതിൻ്റെ പോലെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാലേ നമ്മളെ പാസ്റ്റ് ലൈഫിന് നമ്മൾ എത്രത്തോളം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു അത്രത്തോളം ഉയരത്തിലേക്ക് നമുക്ക് വിജയിക്കാൻ പറ്റും. എൻ്റെ ലൈഫിന് ഞാനല്ല ഉത്തരവാദി എന്നിരുന്നാലും ഐ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. അതെന്താ റെസ്പോൺസിബിലിറ്റി എടുത്തു കഴിഞ്ഞാൽ ലേണിംഗ് എ ലെസൺ ഔട്ട് ഓഫ് ദ മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്കിൽ നിന്നൊരു ലെസൺ പഠിക്കുന്നു. ലേണിംഗ് ഞാൻ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നു. ലേണിംഗ് എ ലെസൺ അതിനൊരു പാഠം പഠിക്കുന്നു, ആവശ്യമായ ചേഞ്ച് വരുത്തുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നു, മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ട് ഈ സ്റ്റെപ്പാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എനിക്ക് 2 ക്ലാസ്സിൻ്റെ സിലബസാണ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസാണ് പഠിപ്പിച്ചു കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഈ അറിവ് കൊടുത്ത് ഞാൻ ഇവരുടെ മാറ്റിയെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്താലേ നമ്മളെ കൊണ്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, ജീവിതത്തിൽ എവിടെ വേണമെങ്കിലും എത്താനുള്ള കഴിവും പ്രാപ്തി അത് ഉള്ളിൽ വെച്ചിട്ടുണ്ട്. യു ഡു അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇവിടെ എത്തിക്കുവാൻ നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ മൂല്യങ്ങൾ, കോർ വാല്യൂസ് ആണ്. അതുകൊണ്ട് നോക്കുക, ഈ അനാട്ടമി നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചിന്തയാണ് നമ്മളെ കാഴ്ചപ്പാട്, കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന, രുചിക്കുന്ന, മണക്കുന്ന, അതാണ് നമുക്ക് എന്ത് ചെയ്യുക, കാഴ്ചപ്പാട് നൽകുന്നത്. ആ കാഴ്ചപ്പാടാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ചിന്ത നൽകുന്നത്. ചിന്തയാണ് പിന്നെ നമുക്ക് അൺകോൺഷ്യസ് മൈൻഡിലെ ഇതിന്റെ അനാട്ടമി, മനുഷ്യന്റെ മനസ്സിന്റെ പ്രവർത്തനം ഞങ്ങൾ മുമ്പിൽ കാണിച്ചത്. ഇതിന്റെ ഡീപ്പായിട്ട് ഓരോ ചാപ്റ്ററിൽ പോകും. അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന ലുബ്, കൽബ്, ഫുആദ്, സദർ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഹാക്കിമി തിർമിദിയൊക്കെ വിശദീകരിച്ചാണ് ഞാൻ പറയുന്നത്. ഇതിനകത്തുണ്ടാകുന്ന അകത്തളങ്ങൾ, ലുബ്, കൽബ്, ഫുആദ്, സദർ, ഇതിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പുറത്തെടുക്കുവാൻ അതിലൂടെ നിങ്ങളെ ഞാൻ വഴി നടത്തും. അങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടെ ഞാൻ റീവർക്ക് ചെയ്യിച്ചിട്ട് അങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ആത്മാവിൻ്റെ ശക്തി, പവർ പുറത്തേക്ക് എടുക്കല. അത് എത്രത്തോളം സൽഗുണങ്ങളുണ്ടോ അതെത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ സൽഗുണങ്ങളെ പുറത്തേക്ക് എടുത്താൽ, അതുപോലെ എത്രത്തോളം കഴിവുണ്ടോ ആ കഴിവുകളെ ഞാൻ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് എനർജി സ്വീകരിക്കുക. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് എനർജി സ്വീകരിക്കുന്നു, അറിവ് കൊണ്ട് എനർജി സ്വീകരിക്കുന്നു. അറിവ് കൊണ്ട് എനർജി സ്വീകരിക്കുന്ന ഏറ്റവും വലിയതെന്ന് അറിയോ? റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് ഹൂ ഈസ് അള്ളാഹ് എന്നൊരു ബുക്ക് അബ്ദുറഹ്മാൻ സക്കീന ഹഷ്ഫെഡർ എന്ന് പറയുന്ന യൂറോപ്പിലുള്ള ഒരു ലേഡി, സെലഫിയായിട്ടുള്ള ലേഡി എഴുതി നല്ല സിമ്പിൾ ബുക്കാണ്. ആ ബുക്കാണ് ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. അസ്മാഉ സിഫാത്തുകൾ പഠിക്കല, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളും ഗുണങ്ങളും പഠിക്കലാണ്. അറിവ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഇതെടുക്കാറുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കാം, മറ്റു ആളുകളുടെ നന്മകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടും, അതുപോലെ അറിവിൽ നിന്ന് കിട്ടും, പിന്നെ സ്നേഹം കൊണ്ട്. അത് നോക്കുക, ഈ 4 രീതിയിൽ നമുക്ക് ഈ 4 രീതിയിൽ എനർജി കിട്ടുന്നതിൽ ഒരെണ്ണം മരണത്തോടുകൂടി നിൽക്കും. ഏത്? പ്രപഞ്ചത്തിൽ നിൽക്കും. കാരണം പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണും കാതും മൂക്കും ഒക്കെ മണ്ണായിപ്പോയി. പക്ഷെ മറ്റു 3 നമ്മളെ കബറിലേക്ക് എത്തും. ഇതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ എല്ലാ സംഗതികളും നിൽക്കും, 3 മാത്രമേ അവന് ഉപകാരമുള്ളൂ. അതെന്താ? ഒന്ന്, ഡെലിവറി ഗ്രേറ്റ് മിസ് വേൾഡ്. നമ്മൾ ലോകത്ത് നന്മ ചെയ്തു പോയ ആ നന്മ നമ്മൾ വിട്ടേച്ച് പോയ നമുക്ക് കബറിലേക്ക് എത്തണമെങ്കിൽ ഇത് വേറെ ആളുകൾ എടുക്കണ്ടേ? സദഖത്തുൻ ജാരിയ,
ഇപ്പം ഞാനിവിടെ നന്മ വിട്ടേച്ച് പോയാൽ ഈ നന്മ വേറെ ആളുകൾ എടുക്കുമ്പോൾ ആ പോസിറ്റീവ് എനർജി ഞാൻ ഇവിടെ വിട്ടേച്ച് പോയ എനർജി 100 മറ്റേ ആൾ എടുക്കുമ്പോഴാണ് ഈ ഖബറിലേക്ക് എത്തുക. അതാണ് സദഖത്ത് ജാരിയ. മറ്റൊന്ന്, ഞാൻ ഉപകാരപ്രദമായ അറിവ് പറഞ്ഞു കൊടുത്താൽ, കാരണം ഈ അറിവിലൂടെ അവർക്ക് എനർജി കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഖബറിലേക്ക് എനർജി കിട്ടും. ഞാൻ സ്നേഹിച്ചാൽ, എന്നെ സ്നേഹിച്ചാൽ മാത്രമല്ല, മക്കളുടെ പ്രാർത്ഥന, മക്കളുടെ മാത്രമേ എത്തുള്ളൂ, അല്ലാത്ത എത്തൂലേ? ആര് പ്രാർത്ഥിച്ചാലും എത്തൂലേ? അതുകൊണ്ട് സ്നേഹജനങ്ങളിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ജനങ്ങളിലാക്കുന്ന സ്നേഹം. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ മാഷാ ഇന്നലെ ഖത്തറിൽ ഒരാൾ മരിച്ചത്രേ. ഖത്തറിൽ പിന്നെ നമ്മുടെ ഒരു സഹോദരൻ അവിടുന്ന് പറയാം, ഖത്തറിൽ പിന്നെ 2 ദിവസം മുമ്പ് ഒരാൾ മരിച്ചു. അയാളെ ജനാസക്ക് കൂടിയ ആളുകൾ യൂസുഫ് അലി കർലാവിയുടെ ജനാസക്കാളുള്ള ഉത്തര ആൾക്കാർ കൂടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു ഇസ്ലാമിക പണ്ഡിറ്റ്, യൂസുഫ് അലി കർലാവിയാണ് തോന്നുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്തായാലും ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ ജനാസക്ക് കൂടിയ ആളുകൾക്ക് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ആളുകൾ കൂടി ജനാസപ്പോടെ 3 ദിവസം മുമ്പുണ്ടായത്. അയാൾ മലയാളിയാണ്. അയാൾ ഇവിടുത്തെ നാട്ടിലൊരു സോഷ്യൽ പ്രവർത്തനം, KMCC പ്രവർത്തനം, അതുപോലെ സോഷ്യൽ സർവീസിൻ്റെ ആളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മരിച്ചവർക്ക് എത്തിയത്, ജനങ്ങൾ എത്തുന്നത്? ദാറ്റ്സ് ലവ് റഹ്മത്താണ് ലവ്. പ്രപഞ്ചത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് പ്രപഞ്ചത്തെ കാര്യകാരണ ബന്ധത്തിൽ ടൈം ആൻഡ് സ്പേസ് മെംബ്രെയിനിൽ, ടൈം ആൻഡ് സ്പേസ് സ്ഥലകാല സങ്കല്പത്തിൽ മെംബ്രെയിനിൽ പിന്നെ ഈ എന്താ പറയുക കോസ് ആൻഡ് എഫക്റ്റ് കാര്യകാരണ ബന്ധത്തിലെ ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ് ഇതെല്ലാം സംവിധാനം നിലനിർത്തുന്നെങ്കിൽ മറ്റേ ആത്മീയ ലോകത്ത് റഹ്മത്താണ് നിലനിർത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വസിയത്തകുല്ല ഷൈഉ റഹ്മ, എല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ചൂന്ന് കിടക്കുന്നു. ആ റഹ്മത്തിലാണ് നമ്മളുടെ വിജയം. ആ റഹ്മത്ത് എങ്ങനെ എടുക്കണം? ആ റഹ്മത്താണ് ഈ നൂറ്, ആ റഹ്മത്താണ് ഈ നൂറിലാണ് ഷിഫ. ഇതാ ആ റഹ്മത്താണെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി, ഇമാം അഹ്മദ് ഇബ്നുൽ തൈമിയ്യ പറഞ്ഞതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് അറിവിലൂടെയാണ്, അത് സൽഗുണങ്ങളിലൂടെയാണ്. സോ സുബ്ഹാനക സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെ നമ്മളെ എങ്ങനെ മാറ്റുക. അതുകൊണ്ട് നമ്മുടെ ആത്മാവിലുണ്ടാകുന്ന സൽഗുണങ്ങളെയും കഴിവുകളെയും പുറത്തെടുക്കുകയും അത് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് നന്മ ചെയ്യുകയും ചെയ്ത ആ നന്മക്ക് എൻ്റെ ഭാര്യക്കാകാം, മക്കൾക്കാകാം, ഉമ്മ, വാപ്പ, ചേട്ടൻ, അനിയൻ, സമൂഹം, സമുദായം ഒക്കെ ആകാം. അവരോടുള്ള സ്നേഹം ഇവിടെ നിന്ന് പ്രപഞ്ചത്തിലേക്ക് വിടുന്ന ഒരു തെറാപ്പി ഉണ്ട്, ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. അൽഹംദുലില്ലാഹ്. ഇവിടെ നിന്നുകൊണ്ട് ഒരു അരമണിക്കൂർ എടുക്കുന്നത്, ഇവിടെ നിന്നുകൊണ്ട് ആ സ്നേഹം ഞാൻ പ്രപഞ്ചത്തിലേക്ക് വിടുന്ന ഒരു തെറാപ്പി എൻ്റെ ലൈഫ് കോച്ചിങ് ചെയ്തു കൊടുക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സോ ഇങ്ങനെ ഈ ലൈറ്റാണ് അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സൽഗുണങ്ങളുടെ ആ വ്യക്തമായ, അതാണ് ഹെൽത്തി പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റിവിറ്റികളെ, എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ചെറുപ്പത്തിലേക്ക് കിട്ടിയ റോങ് പാരൻറ്റിങ്ങിനടക്കം ഇല്ലാതാക്കുന്ന, എൻ്റെ പാരൻറ്റിങ്ങിനെ തിരുത്തി പഠിപ്പിക്കാൻ, എനിക്ക് കിട്ടിയ ശരിയല്ലാത്ത വളർത്തലിൻ്റെ എഫക്റ്റ് എന്നിൽ ഒഴിവാക്കാൻ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പേടി, വിഷമം, ദുഃഖം, സങ്കടം, ഇതെല്ലാം ഒരു എമോഷണൽ തലത്തിലുണ്ടാകാം, ചിലപ്പോൾ ന്യൂറോട്ടിക് തലത്തിലുണ്ടാകാം. ന്യൂറോട്ടിക് തലത്തിലായാലാണ് രോഗമാകുന്നത്. ഏത് തലത്തിലായാലും അതിനുള്ളിൽ നിന്ന് ഒഴിവാക്കുവാൻ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി വളർത്തിയെടുക്കുക. ആ വളർത്തിയെടുക്കുന്നത് ഒന്ന്. രണ്ടാമത്തത് അതാണ് എമോഷണൽ ട്രാൻസ്ഫറൻസ്. അതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പോസിറ്റിവിറ്റി എന്ത് ചെയ്യും, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് മറ്റു ആളുകളിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം നമ്മളെ മക്കളിലേക്ക് നമ്മളെ പോസിറ്റിവിറ്റി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കൊടുക്കും. അപ്പോൾ മക്കളൊക്കെ വികൃതി കുട്ടന്മാർ, പറഞ്ഞാൽ കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, വികൃതി കാണിക്കുന്നില്ല എങ്കിൽ ഉറപ്പ ആയ കുട്ടിയെ വളർത്തിയ ആളുകളിൽ പെട്ട ആളുകൾക്ക് ശക്തമായ വ്യക്തിത്വ വൈകല്യങ്ങളും നെഗറ്റിവിറ്റിയും, അത് അസൂയ, പകയോ, കുശുമ്പോ, വെറുപ്പോ, വാശിയോ, ദേഷ്യമോ, കരച്ചിലോ, പിടിച്ചിലോ, പിന്നെ നെഗറ്റിവിറ്റിയോ, പേടിയോ, എന്തെങ്കിലും ആകാം, എന്തുമാകാം. അപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ പെട്ട മെമ്പേഴ്സിനാണ് കുട്ടികളെ വികൃതിയാകുക. കുട്ടി പറഞ്ഞേക്കില്ല, അവിടെ ഇരുന്ന് അവിടെ കെട്ടിയിരുന്ന് അങ്ങനെ ഇങ്ങനെ കിടപ്പോൾ ഒരു കുട്ടി ഒരു മകൻ വാപ്പ അച്ഛനെ അർത്ഥം എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല 2 ദിവസം പേപ്പറിൽ, അതിൻ്റെ അടുത്ത് ന്യൂസിൽ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ആ കുട്ടിയോട് എനിക്ക് സിമ്പതിയാ തോന്നുന്നു. കാരണം ആ കുട്ടിയെ കോലത്തിലാക്കിയത് ആരുമല്ല, അതിന് കൂടുതൽ ആളുകൾ തന്നെ. അതുകൊണ്ട് എമോഷണൽ ട്രാൻസ്ഫറൻസ്, ഈ ട്രാൻസ്ഫറൻസ് ആണ് നമ്മുടെ ബോഡിയിൽ തന്നെ സംഭവിച്ചിട്ട് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. നമുക്ക് രോഗം ഉണ്ടാകുന്നത് ശാരീരിക രോഗം, ശാരീരിക രോഗം, നമ്മളുണ്ടാകുന്ന ദേഷ്യം, വെറുപ്പ്, ഇത് 2 സ്ഥലത്ത് സെറ്റിൽ ചെയ്യാം. ഒന്ന് ബ്രെയിനിൽ, മറ്റൊന്ന് പിന്നെ ലിവറിൽ. കാരണം അതുകൊണ്ട് ലിവർ സിറോസിസുള്ള ആളുകളെ പോയി പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകും, വാശിയും ദേഷ്യവും വെറുപ്പും. അത് പല ആളുകളുടെ ദേഷ്യവും വെറുപ്പും അതുപോലെ സ്ട്രെസ്സും കുറേ കാലം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്കാണ് സ്ട്രോക്ക് ഉണ്ടാകുക, ലിവർ ക്യാൻസർ ഉണ്ടാകുക, ലിവർ സിറോസിസ് ഉണ്ടാകുക. അതുപോലെ ഹാർട്ട് അറ്റാക്ക്, മറ്റൊരാളുടെ ഹാർട്ട് അറ്റാക്ക് രോഗത്തിൽ നിന്ന് രോഗപേടി കൊണ്ടാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്.
രോഗപ്പേടി ഉണ്ടാകുന്ന മരണപ്പേടിയുണ്ട്, മരണപ്പേടി നരകപ്പേടിയുണ്ട്, നരകപ്പേടി ഉണ്ടാകുന്ന മൊല്ലാക്കന്മാരെ പഠനം കൊണ്ട്. മൊല്ലാക്കന്മാരൊരു പേടിയിൽ അധിഷ്ഠിതമായ ദൈവത്വം വേദേ പറയുള്ളൂ. അതുകൊണ്ട് നരകപ്പേടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ, ഖബർ ശിക്ഷ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മതം കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഖബർ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ട് കൊടുത്ത കുട്ടിക്ക് പേടിയായിട്ട് കുട്ടി മുറ്റത്ത് ഗുണയുമായി പോയി കിടക്കും, പുറത്ത് സിറ്റ് ഔട്ടിൽ കിടക്കും, പക്ഷെ ബെഡ്റൂമിൽ കിടക്കൂല. അത് 4 ചുമരിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് കിടക്കാൻ പേടിയാണ്. ഖബർ ശിക്ഷ പറഞ്ഞു കൊടുത്തിട്ട്, ഖബർ ശിക്ഷ പറഞ്ഞു, മൊല്ലാക്കാന്റെ ഖബർ ശിക്ഷ പറഞ്ഞു കൊടുത്തിട്ട്, അത് കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് നരകശിക്ഷയും ഖബർ ശിക്ഷയും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടിക്ക് റൂമിനകത്ത് കിടക്കൂല, മുറ്റത്ത് പോയി കിടക്കും, സിറ്റ് ഔട്ടിൽ വേണമെങ്കിൽ പോയി കിടക്കും, അകത്ത് കിടക്കൂല. അതാണ് മൊല്ല മതം യഥാർത്ഥ ഇസ്ലാം തമ്മിൽ ബന്ധമുണ്ട്, പിന്നെ ബന്ധമില്ല, രണ്ടും രണ്ടാണെന്ന് ഞാൻ പറയാം. ഈ മൊല്ലാക്കന്മാരുടെ ഇത്ര വെറുപ്പം തയ്യാക്കുന്ന ജനങ്ങൾ മൊല്ലാക്കന്മാരൊന്നുമല്ല, സമൂഹത്തിന് വഴിതെറ്റിക്കുന്ന വിവരദോഷികൾ. ഇപ്പോഴത്തെ പ്രസംഗിച്ചെടുക്കുന്ന ഇവിടെ ജിന്നിനോട് സഹായം തരുന്ന ശിർക്കടിയുടെ മണ്ട. ഈ ആരെങ്കിലും കേരളത്തിൽ ചോദിക്കുന്നു ജിന്നിനോട് സഹായം ചോദിക്കുന്നുണ്ടോ? മുജാഹിദിൽ ആരും ചോദിക്കുന്നുണ്ട് എന്ത് അത് ചിർക്കാണ്, ഇത് ചിർക്കല്ല. ഇതിങ്ങനെ പ്രസംഗിച്ച് വേറെ ചവറുകളിൽ പ്രസംഗിക്കാൻ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് എമോഷണൽ ട്രാൻസ്ഫറൻസ് ആണ് നമ്മുടെ വികാരങ്ങൾ പരസ്പരം, നമ്മളെ വാല്യൂ, നമ്മുടെ പോസിറ്റീവ് എനർജി അത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടായാൽ മറ്റു ആളുകളുടെ നെഗറ്റിവിറ്റി നമ്മളിലേക്ക് കൂടുതൽ വരും. ആ വരുന്ന കൂട്ടത്തിലാണ് കണ്ണേറ് കൊള്ളുക, അസൂയ കൊള്ളുക, ദേഷ്യം വരിക, ഇങ്ങനത്തെ സംഗതികളൊക്കെ. അപ്പോൾ എമോഷണൽ ട്രാൻസ്ഫറൻസ് സ്റ്റോപ്പ് ചെയ്യിക്കാനാണ്. മാത്രമല്ല നമ്മൾ വളർന്നു വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് വളർന്നു വരുന്ന പിക്ചറാണ് മുമ്പിൽ ഞാൻ കാണിച്ചു തരുന്നത്. അങ്ങനെ അതിൻ്റെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. ഏജ് ഓഫ് ദി പേഷ്യൻറ്റ്, ആളുകളുടെ പിന്നെ കുട്ടിയുടെ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ അൺഹെൽത്തി പാരൻറ്റിങ്, ശരിയല്ലാത്ത പാരൻറ്റിങ്, മാതാപിതാക്കൾ വളർത്തിയപ്പോൾ ശരിയല്ലാത്തതുകൊണ്ട് അത് കുട്ടിക്ക് എന്തായി, പീസ് ഓഫ് മൈൻഡ് ഇല്ലാതാക്കി, പിന്നെ കുട്ടിക്ക് ഫ്രീഡം ഇല്ലാതാക്കി, കുട്ടിക്ക് അണീസിനെസ് വെറീസ് ഉണ്ടാക്കി, കുട്ടി ഇറിറ്റബിലിറ്റി, വാശി, അതുപോലെ അൺഹാപ്പിനെസ്, അസന്തോഷമല്ല, ഹോപ്പ്ലെസ്നെസ്, കുട്ടിക്ക് പ്രതീക്ഷയല്ല, പിന്നെ കൺഫ്യൂഷനായി, പിന്നെ കുട്ടിക്ക് ദുഃഖം സങ്കടമായി, പിന്നെ വാശി, ദേഷ്യം, ആംഗ്രിനെസ്, ഡൗട്ട്, പിന്നെ സംശയം, ഊഹം, ഇങ്ങനെ കാര്യപ്പോയി. ഒരു കുട്ടിയെ, നല്ല സുന്ദര കുട്ടപ്പനായ കുട്ടിയെ നമ്മളെ കയ്യിൽ തന്നിട്ട് ഇതിനെ വൃത്തികെട്ടവനാക്കുന്ന മനുഷ്യ, നീയാണ് ഇതിന് ഉത്തരവാദി. കുട്ടികളല്ല, നീയാണ് ഉത്തരവാദി. നമ്മളിലുണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ വാപ്പാര ഉത്തരവാദി വേണ്ട, ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. ഏതുപോലെ എങ്ങനെ ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? എൻ്റെ വാപ്പാൻ്റെ കട ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഏറ്റെടുക്കുക? എൻ്റെ വാപ്പാൻ്റെ കടബാധ്യത ഉണ്ട് വിചാരിച്ചു. എൻ്റെ വാപ്പനെ ആ പൈസ വാങ്ങി എങ്ങനെ ഉപയോഗിച്ചു എനിക്കറിയില്ല, എവിടെ കൊണ്ടേ വെച്ചു എനിക്കറിയില്ല, പക്ഷെ കടബാധ്യത ഞാൻ ഏറ്റെടുക്കൂലേ മയ്യത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ്? എന്നതുപോലെ എൻ്റെ വാപ്പ എന്നെ, എൻ്റെ ഉമ്മ എന്നെ, എൻ്റെ ആളുകൾ എന്നെ പഠിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ട് ഞാൻ തിരുത്തുകയാണ്. ഒന്ന്. രണ്ടാമത്, ഇനി എൻ്റെ മക്കളിലേക്ക് ഞാൻ അത് കൊടുക്കൂല. അതുകൊണ്ട് അതാണ് പാരൻറ്റിങ്. ഇത് നിങ്ങളെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിൽ. ആൻഡ് മാത്രമല്ല, ജിന്നിപ്പോൾ കാര്യമായിട്ടുള്ളതാണല്ലോ ജിന്നും ശൈത്താനും പ്രേതഭൂതൊക്കെ. അള്ളാന്റെ കിതാബ് ഓതിയിട്ട് റൊക്കിയ ചെയ്തിട്ട് ശൈത്താന്മാരെ പുറത്തിറക്കിയ 17 കൊല്ലത്തെ അനുഭവമുള്ള ആളാണ് ഞാൻ. ഈ വിഷയമൊക്കെ കേരളത്തിൽ പറയുന്ന തുടക്കക്കാരിൽപ്പെട്ട ഒരാളാണ്. അൽഹംദുലില്ലാ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ റൊക്കിയ ചെയ്യാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സാധനം സിഹറും കണ്ണൂറും ശൈത്താനും ഒക്കെ നമ്മളിലേക്ക് കൊള്ളുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളിലും അല്ല, പെർസെപ്ഷൻ, കാഴ്ചപ്പാടിൽ, ചിന്തയിൽ, വിശ്വാസത്തിൽ, വികാരത്തിൽ, വ്യക്തിത്വത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ശീലത്തിൽ ഈ സാധനത്തിനുള്ളിൽ നെഗറ്റീവുകളുണ്ടാകും. ഈ പറഞ്ഞ എന്തെല്ലാം ഇത് നിങ്ങൾ ഏത് സൈക്കോളജിയിൽ നോക്കിയാലും മൈൻഡിൻ്റെ അനാട്ടമി പറഞ്ഞത്, നിങ്ങൾ പാരാസൈക്കോളജിയിൽ കൂടെ പോയാലും പിന്നെ അപ്ലൈഡ് സൈക്കോളജിയിൽ പഠിച്ചാലും ഈ സ്റ്റെപ്പിലൂടെ വരില്ല. ഇത് ഞാൻ കുറച്ച് ഇത്ര ഡീറ്റെയിൽ ആയില്ല. ഇത് ഈ പറഞ്ഞ ഇതന്നെ 7 തട്ടിലുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം ജോസി പറഞ്ഞിട്ട്. ഇബ്നുൽ ഖയ്യിം ജോസി ഇബ്നു തൈമിയ്യ 4 തട്ട് പറഞ്ഞു, ഇബ്നുൽ ഖയ്യിം 7 തട്ട് പറഞ്ഞു, ഞാൻ ഇതൊരു 10 തട്ട് പറയുന്നു. പെർസെപ്ഷൻ, നമ്മളെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് നമ്മളെ കാഴ്ചപ്പാടിൽ വന്ന് അതാണ് ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്. അതുകൊണ്ട് റസൂൽ സെൻസറിയിലാണ് തോന്നിയത്. റസൂൽ സിഗരറ്റ് എന്താ തോന്നിയത്? ആയിഷ, ഞാൻ ചെയ്യാത്തത് ചെയ്തു എനിക്ക് തോന്നുന്നു. ഭാര്യ ഇന്നലെ മറ്റേ ഭാര്യൻ്റെ അടുത്ത് പോയിട്ടില്ല, പക്ഷെ പോയി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ സെൻസറിയിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഉറപ്പാ ഞാൻ പോയിട്ടില്ല. അപ്പൊ എന്താ, ചിന്തയിലും വന്നിട്ടില്ല, അതേ സമയത്ത് വിശ്വാസത്തിലും വന്നിട്ടില്ല. അപ്പോൾ റസൂലിന് ഇതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാത്രമേ ടച്ച് ആയിട്ടുള്ളൂ. അതുകൊണ്ട് സെൻസറീസ്, തോട്ട്സ്, ചിന്ത, വിശ്വാസം,
വിശ്വാസം എന്താണോ അതിനനുസരിച്ച് വികാരം ഉണ്ടാകുക. നല്ല വിശ്വാസമാണെങ്കിൽ അത് മതവിശ്വാസമല്ലേ പറയുന്നത്. ഇപ്പോൾ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചുള്ള വിശ്വാസം, ഭർത്താവിന് ഭാര്യയെ കുറിച്ചുള്ള വിശ്വാസം, നിങ്ങൾക്കിപ്പോൾ നമുക്ക് നമ്മളെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള വിശ്വാസം. അതുകൊണ്ട് വിശ്വാസം എന്താണ് അതിനനുസരിച്ച് വികാരം ഉണ്ടാകും. അപ്പോൾ വികാരത്തിലോ കാഴ്ചപ്പാടിലോ ചിന്തയിലോ വിശ്വാസത്തിലോ വികാരത്തിലോ വ്യക്തിത്വത്തിലോ സ്വഭാവ പെരുമാറ്റം വരെ. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്കാവുമ്പോൾ എന്താണോ അതാണ് എൻ്റെ സ്വഭാവം, ഞാൻ ആളുകളുടെ മുമ്പിൽ എന്താണോ അതാണ് എൻ്റെ പെരുമാറ്റം. സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ എൻ്റെ വാക്കിലോ എൻ്റെ പ്രവൃത്തിയിലോ എൻ്റെ ശീലത്തിലോ ഇതിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി. അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റിയെ കംപ്ലീറ്റ് ഓരോന്നും ഒഴിവാക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ 3 മാസത്തെ കോഴ്സ്. അതോട് നിങ്ങളെ ജിന്നി ചെയ്തവിടെ നിൽക്കൂല. അൽഹംദുലില്ലാഹ് എൻ്റെ ട്രീറ്റ്മെന്റ് വന്ന കുട്ടികൾ 8-9 റാക്കിമാരടുത്ത് പോയിട്ട്, കേരളത്തിൽ അറിയപ്പെടുന്ന 8-9 റാക്കിമാരടുത്ത് പോയിട്ട് കുട്ടി ഓതി തുടങ്ങിയ പല ചേഷ്ടകളും കാണിക്കും. അത് ജിന്നാണ്, സിഹറാണ്. സിഹറാന്ന് ഭർത്താവിന്റെ മുമ്പിൽ പറഞ്ഞു. ഭർത്താവ് എല്ലായിടത്തും കൊണ്ടുപോയി ഇങ്ങനെ പലതവണ ട്രീറ്റ് ചെയ്തു. ഭർത്താവ് കൊണ്ട് ദിവസം ഒഴിവാക്കി. പക്ഷെ സിഹറല്ല ജിന്നുമല്ലായിരുന്നു. അൽഹംദുലില്ലാഹ് അങ്ങനത്തെ എത്ര കേസ് ഉണ്ടെന്നാണ് വിചാരം. ഇപ്പൊ വരുന്ന കേസൊക്കെ ഈ അധികം റാക്കിമാര് കരിഞ്ജീരക റാക്കി ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. കരിഞ്ജീരക വെക്കുക, ഊത് വെക്കുക, ലോഡിങ്ങിന് പോവുക, കല്ലിട്ടാൻ പോവുക, അടക്ക പറിക്കാൻ പോവുക, തേങ്ങ പറിക്കാൻ പോവുക, ഇങ്ങനത്തെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു അത് റുക്കിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 33 ആയത്ത് കുറച്ച് ഒരു റുക്ക് ചെയ്യാം. ഓതി കഴിഞ്ഞാൽ എന്തെങ്കിലും എടോ ഓതാ ഏത് നിങ്ങൾ ഈമല്ല നിങ്ങൾ കാസറ്റ് ഇട്ട് കൊടുത്തോക്കാം, ഒരു ടേപ്പ് റിക്കാർഡ് മൊബൈൽ ഓണാക്കി കൊടുത്തോക്കാം, അപ്പോഴും എളുപ്പം. അപ്പൊ ഇത് പിന്നെ കോതലത്തിന് പിന്നെ മൂപ്പരെ ഉഷാറായിട്ട് റാക്കിയിട്ട് നടക്കുക. ഇങ്ങനെ കുറേ ആൾക്കാരെ വല്ലാഹി ഈ ജാതി റാക്കിമാർ അങ്ങനെ സൂക്ഷിച്ചോ. കാരണം അറിവില്ലായ്മ കൊണ്ടും അതിര് കവിയൽ കൊണ്ടും വരുന്ന രോഗിക്കുണ്ടാകുന്ന നഷ്ടത്തിന് മുഴുവൻ നിങ്ങൾ ഇസ്ലാമിക ഭരണപ്രകാരം അള്ളാഹിന്റെ പരലോകത്തും നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. അതുകൊണ്ട് ഇത്തരം കേസ് തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ജിന്ന് ശൈത്താൻ പ്രേതം ഭൂതം എന്ന് പറഞ്ഞതിനെ അതുപോലെ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ വീട് നാട് അവിടെ ഉണ്ടാകാം. എവിടെയാണോ മനുഷ്യന്റെ ശക്തമായ വൈകാരിക പ്രകടനം നടന്ന് ആ സ്ഥലത്ത് അതിന്റെ അടയാളം ഉണ്ടാവും, അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാവും. അവിടെ എല്ലായിടത്താണ് ഈ മറ്റേ ഹോണ്ടഡ് ആയിട്ടുള്ള പ്രേതബാധകളുടെ വീട് എന്നൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി അവിടേക്ക് ടച്ച് ആവും. ഏതുപോലെ ഒരു കാന്തം അല്ലെങ്കിൽ ഒരു കാറിന്റെ ലോക്ക് കാറുമായിട്ട് ബന്ധമുണ്ടാവും. കാറിന്റെ ലോക്ക് അമർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കൂലേ. കാറിന്റെ ലോക്കും കാറും തമ്മിൽ ബന്ധം ഉണ്ടാവുമല്ലോ, ഒരു റിമോട്ട് കണക്ഷൻ, വൈഫൈ കണക്ഷൻ. അതുപോലെ ഒരു കണക്ഷൻ ഈ നെഗറ്റീവ് എനർജി മനുഷ്യന്റെ പൽബും തമ്മിൽ ഉണ്ടാവുകയാണ്. അത് ഇവിടുത്തെ നെഗറ്റീവ് പോയാൽ പിന്നെ ആ കണക്ഷൻ പോയി. അതുകൊണ്ട് ആ കണക്ഷൻസിലൂടെയാണ് ജിന്ന് ലോകത്ത് മനുഷ്യലോകത്തേക്ക് വരുന്നത്, മനുഷ്യലോകത്ത് നിന്ന് മനസ്സിലോകത്തേക്ക് ഈ നെഗറ്റീവ് അങ്ങനെ ഈ രീതിയിലാണ് വരുന്നത്. സോ അതിന് എഗേറ്റഡ് പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണ് റുക്കിയ മേബി ഒരു 20% 30% റുക്കിയ ഉണ്ടാവുള്ളൂ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ. അത് മതി. കാരണം എന്താ, ആത്മാവിന് ഏറ്റ ഭാഗം മാത്രമേ റുക്കിയ കൊണ്ട് ഒഴിവാക്കാൻ പറ്റൂ. മനസ്സിലുള്ളത് അൺകോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും ചിന്തയിലും ബിലീഫിലും അതുപോലെ ഹാബിറ്റ്സിലും ഒന്നും ഒഴിവാക്കാൻ കഴിയില്ല. അതിനവരെ ശരിയാക്കി എടുക്കണമെങ്കിൽ അവരെ സ്പിരിച്വൽ ഹീലിംഗ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഹോളിസ്റ്റിക് തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. അവസാനം ഞാൻ എന്ത് ചെയ്യൽ ലൈഫ് കോച്ചിങ് വേണ്ടി വരും. അതുകൊണ്ട് ഈ ലൈഫ് കോച്ചിങ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലൈഫ് കോച്ചിങ് ബാച്ച് ആക്കിയാൽ ഞാൻ ഓരോ ആൾക്കാരും ട്രീറ്റ്മെൻറ്റ് അടുത്ത ബാച്ചിലേക്ക് ചേർക്കും. അങ്ങനെ അല്ലെങ്കിൽ ആൾറെഡി പോകുന്ന ബാച്ചിലേക്ക് ആഡ് ചെയ്ത് പല റെക്കോർഡ് കൊടുക്കും. അങ്ങനെയാണ് സോൾവ് ആയി. അൽഹംദുലില്ലാഹ് അവർ നമുക്ക് ഫീഡ്ബാക്ക് തരുന്നത് ബ്യൂട്ടിഫുള്ളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഈ ജാതി ജിന്നും ശൈത്താനും പ്രേതവും സൈക്കോളജി പ്രോബ്ലം ഇപ്പം ശരീരത്തിൻ്റെ ആയിക്കോട്ടെ, ശരീരത്തിൻ്റെ എങ്ങനെ ഉണ്ടാകുന്നത്, ശരീരത്തിനുണ്ടാകുന്ന നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന നെഗറ്റിവിറ്റി, പേടി, ദുഃഖം, ടെൻഷൻ, വിഷമം, സങ്കടം, അസൂയ, പക, വെറുപ്പ്, കുശുമ്പ്, വാശി, ദേഷ്യം, സ്ട്രെസ്, ഇതൊക്കെ തലയിൽ കൊണ്ടു കിടന്നാൽ, അതല്ലെങ്കിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ ലിവറിനും കിഡ്നിക്കും ഒക്കെ കൊള്ളും, ശരീരത്തിൻ്റെ പല ഭാഗത്തും കൊള്ളും. ചിലത് വാദമായിട്ട് വരും, ചിലത് ചൊറിച്ചിൽ വരും, ചിലത് മൈഗ്രെയിൻ വരും. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സുന്ദരമായ ശുദ്ധമായ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് നോക്കിക്കണ്ട് പഠിച്ച് മനസ്സിലാക്കുവാനും അതിനെ നേരാവണ്ണം കൈകാര്യം ചെയ്യുവാനും നമ്മൾ പഠിച്ചില്ല എന്നതാണ് നമ്മളെ ഏറ്റവും വലിയ വിഡിത്തം. പകരം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ തർക്കിക്കാൻ പോയി. അതാണ് വിഷയം. ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പം സിഗരറ്റ് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റെപ്പിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് 6ാമത്തെ സ്റ്റെപ്പ് എന്താ, ലീവ് കോച്ചിങ് കൊടുക്കുക. കോച്ചിങ് കൊടുത്തിട്ട് ആളെ മാറ്റിയെടുക്കുക. അതൊരു അഡിക്ഷൻ വിചാരിച്ചോ, കള്ളിന് അഡിക്റ്റ്, അല്ലെങ്കിൽ സെക്സിന് അഡിക്റ്റ്, അതല്ലെങ്കിൽ എന്താ പറയുക മയക്കുമരുന്നിന് അഡിക്റ്റ്. ഈ വ്യക്തിയുടെ അഡിക്ഷൻ മാത്രം ശരിയാക്കാൻ പറ്റൂല. അവൻ്റെ സെക്സിന് മാത്രം ശരിയാക്കുക, അല്ലെങ്കിൽ അവൻ്റെ ആ അഡിക്ഷന് മാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ പറയുക ഒരു ഉഷാറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീട്ടിൽ അടച്ചിരിക്കും. സംഗതി അതിൻ്റെ ഉള്ളിൽ കുറേ പ്രൊജക്റ്റും ബിസിനസ്സും പെട്ടെന്ന് 2 മാസം കൊണ്ട് യൂസ് ചെയ്യാനുള്ള പ്രൊജക്റ്റൊക്കെ ഇതിനുള്ളിലുണ്ടാവും. പക്ഷേ കർമ്മരംഗത്ത് 10 പൈസ പോരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അവനെ റീഫ്രെയിം ചെയ്യാനേ പറ്റുള്ളൂ. അതേമാതിരി ഭാര്യ ഭർത്താവും തമ്മിലുണ്ടാകുന്ന പ്രശ്നം ചിലപ്പോൾ തീരൂല, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയില്ല. കാരണം അതിമാത്രം ഉണ്ടാവും.
അതുകൊണ്ട് അവർ രണ്ടുപേരെയും കൂടി അൺഹെൽത്തിയിൽ നിന്ന് ഹെൽത്തി പേഴ്സണാലിറ്റിക്ക് കൊണ്ടുവരാനേ പറ്റുള്ളൂ, റീഫ്രെയിം ചെയ്യാനേ പറ്റുള്ളൂ. സോ പേഴ്സണാലിറ്റി റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ ആൾ യുവർ പ്രോബ്ലംസ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മുടെ ബയോളജിക്കൽ പ്രോബ്ലംസ് പോയി കിട്ടും. ശരീരത്തിൻ്റെ പ്രോബ്ലം, ഇപ്പം ശരീരവേദന, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും കൈ വേദന, കാല് വേദന, തലവേദന, ഇതൊക്കെ ഈ ഇതോടുകൂടിയാണ് പോയി കിട്ടുകയാണ്. മനസ്സിലായില്ലേ? അത് പിന്നെ തെറാപ്യൂട്ടിക് സെഷനിലൂടെ നീക്കാൻ പറ്റും, കോച്ചിങ്ങിലൂടെ നീക്കാൻ പറ്റും. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാത്രമല്ല നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റി ബന്ധങ്ങൾ അട്രാക്ട് ചെയ്യാൻ, നമ്മുടെ ആളുകൾ അട്രാക്ട് ചെയ്യുക, അത് അൺകോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ്. നമ്മളെ വാക്കും പ്രവൃത്തിയൊന്നും മാത്രമല്ല, വാക്കും പ്രവൃത്തി ബോഡി ലാംഗ്വേജ് നമ്മളെ സൂചിപ്പിച്ച് സംസാരിക്കലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറലൊക്കെ 30% ഉള്ളൂ. 70% നമ്മളുടെ ആത്മാവിൻ്റെ 100 നമ്മളെ നല്ല വ്യക്തികൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. മനസ്സിലായിട്ടില്ല? ഓക്കെ. ഇതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതിസന്ധികൾ, റിയലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തടസ്സം എന്താ നിങ്ങൾക്കറിയോ? ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സവും ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും നമ്മളെ കൊണ്ട് മറികടക്കാൻ പറ്റാത്ത തടസ്സം എന്താണെന്നറിയോ? യെസ്, അത് എൻ്റെ സ്വന്തം, എൻ്റെ ചിന്തയുടെയും എൻ്റെ വിശ്വാസത്തിൻ്റെയും എൻ്റെ വികാരവും. എൻ്റെ ചിന്തയും എൻ്റെ വിശ്വാസവും എൻ്റെ വികാരവും അതിനപ്പുറത്തേക്ക് എന്നോട് മറികടക്കാൻ പറ്റില്ല. മറികടക്കണമെങ്കിൽ എനിക്ക് എന്നെ മാറ്റണം. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്, യു കാനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദ പ്രോബ്ലംസ്. നിങ്ങൾക്ക് ഏതൊരു മൈൻഡ് സെറ്റ് കൊണ്ടാണോ പ്രോബ്ലംസ് ഉണ്ടായി വന്നത്, അതേ മൈൻഡ് വെച്ച് നിന്നെ കൊണ്ടത് മാറ്റാൻ കഴിയില്ല. യു കാനോട്ട് സോൾവ് എ പ്രോബ്ലം വിത്ത് ദ സെയിം മൈൻഡ് ദാറ്റ് ക്രിയേറ്റഡ് ദ പ്രോബ്ലംസ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു. സെയിം വാക്കല്ലേ അല്ല പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായത്തെയും അല്ല മാറ്റൂല, അവരെ നഫ്സിലുള്ളത് അല്ല മാറ്റാതെ. അതുകൊണ്ട് ശരിക്കും നമുക്ക് ഏറ്റവും വലിയ ബ്ലോക്ക്, അത് ബിസിനസ് ബ്ലോക്ക്, കച്ചവട ബ്ലോക്ക്, മാരേജ് ബ്ലോക്ക്, എന്ത് ബ്ലോക്ക് ആയിക്കോട്ടെ, ആ ബ്ലോക്ക് എവിടെ അറിയോ? സ്പിരിച്വൽ. ദാറ്റ് മീൻസ് ആത്മാവിൽ, ചിന്തയിലും വിശ്വാസത്തിലും വികാരത്തിലും. അതിനകത്തുണ്ടാകുന്ന നെഗറ്റിവിറ്റിയെ മാറ്റി പോസിറ്റിവിറ്റി ആക്കുന്നോടത്തോളം നിങ്ങൾ പവർ കിട്ടും. പിന്നെ അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും വിഷയങ്ങൾ തടസ്സമുണ്ടെങ്കിൽ അത് മുമ്പിൽ കൊണ്ടുപോകാം. യെസ്, എൻ്റെ കോച്ചിങ് കഴിഞ്ഞ ആളുകളോട് ഞാൻ പറയുന്ന, ഈ കോച്ചിങ് കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കാത്ത പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരിക. അതല്ല, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ കൊണ്ടുപോകാം. ഈ കോഴ്സ് കഴിഞ്ഞ മുമ്പ് ഞാൻ സോൾവ് ചെയ്ത് തരാം. കാരണം ഈ കോഴ്സ് അണ്ടർഗോ ചെയ്ത ആൾക്കാർ അത്ര കോൺഫിഡൻസാണ് അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. യെസ്, അതുകൊണ്ട് അങ്ങനെ ടേണിങ് ദ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ നമ്മൾ അവസരങ്ങളാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? പ്രതിസന്ധികൾ അവസരങ്ങളാക്കി മാറ്റുന്നത് ആത്മാവിന് എത്രത്തോളം 100 ഉണ്ടോ, ആ 100 എപ്പോഴാണ് കിട്ടുക? നമ്മളെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുമ്പോൾ. അങ്ങനെ സെൽഫ് എസ്റ്റീം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ സെൽഫ് എസ്റ്റീം എത്രത്തോളം വർദ്ധിക്കുന്നോ അത്രത്തോളം നമുക്ക് പിന്നെ പേഴ്സണാലിറ്റി കൂടും. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു വീക്ക് മൈൻഡ് ആണെങ്കിൽ പ്രോബ്ലത്തിന് പ്രോബ്ലം എന്ന് വിളിക്കും, സ്ട്രോങ് മൈൻഡ് ആണെങ്കിൽ ചാലഞ്ച് എന്ന് വിളിക്കും, പവർഫുൾ മൈൻഡ് ആണെങ്കിൽ നീയും ഓപ്പർച്യൂണിറ്റി എന്ന് വിളിക്കും. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ് പ്രോബ്ലത്തിന്റെ ശക്തി. ഹൂ ഇസ് മോർ പവർഫുൾ, യു ഓർ യുവർ പ്രോബ്ലംസ്? അതാണ് ഞാൻ ചോദിക്കല്. ആരാണോ ശക്തി ഉള്ളത്? നീയാണോ നിന്റെ പ്രശ്നമാണോ? ഹൂ ഇസ് മോർ പവർഫുൾ? ഇതാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളെ നീയത്ത്, അള്ളാഹുവേ എനിക്ക് നിന്നെ കാണണം എന്ന നീയത്താണ് എല്ലാ സമയത്തും വേണ്ടത്. 2, അള്ളാഹുവിനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഇബാദത്തൊക്കെ കൂടി വെച്ചിട്ടല്ല പ്രാർത്ഥിക്കുക. അള്ളാഹുവിനെ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവെ നമ്മൾ ചെയ്ത അറിവും നന്മയും വെച്ച് ജനങ്ങൾക്ക് ചെയ്ത, അത് മാതാവ് പിതാവിന് ചെയ്തും പിതാവ് മാതാവിന് ചെയ്തും മക്കൾക്ക് ചെയ്തതും പാപ്പാക്ക് ചെയ്തും ഒക്കെ കൊടുത്താം, അത് വെച്ച് ചോദിക്കണം. 3, നമ്മൾ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ദാറ്റ് മീൻസ് അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതിലോ അറിവാണ് പവറാക്കുക. അറിവ്, മശിയത്ത്, നിയ്യത്ത്, കുവത്ത്, ഇറാദത്ത്, കുവത്ത്. അറിവിനെ പ്രവൃത്തിയാക്കുന്നത് ബൽഖീസ് രാജ്ഞിന്റെ സിംഹാസനം കണ്ട് എങ്ങനെ എത്തിയത്? അത് അറിവുകൊണ്ടാണ് എത്തിയത്. അതിലേക്ക് അത് ജിന്നുണ്ടെന്നല്ല, ജിന്നുണ്ടെന്ന് പലരും വിശ്വസിക്കും. ജിന്നെല്ലാം ഉണ്ടെന്ന്, അത് വേദഗ്രന്ഥത്തിൽ അറിവുള്ള ഒരാളാണ്. സുലൈമാൻ നബിന്റെ കാത്തിബിൽ വഹയ്യ, സുലൈമാൻ നബിന്റെ വഹി എഴുതി വെക്കുന്ന ഒരു അറിവുള്ള ആള്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദുആ ചൊല്ലി സാറിന് വന്നു. അദ്ദേഹം അറിവാണ് ഉപയോഗിച്ചത്. ആ ദുആ എന്താ? അല്ലാഹുമ്മ ഇലാഹന വ ഇലാഹ കുല്ലി ഷൈഇൻ ഇലാഹുൻ വാഹിദൻ ലാ ഇലാഹ ഇല്ലാ അൻത അതീർ ബി അർശിഹ. ലാ ഇലാഹ ഇല്ല എന്ന എല്ലാ പദം വെച്ചിട്ട് ആവർത്തിച്ചിട്ട് ചൊല്ലിയതാണ്. അത് ഹദീസിലൊന്നല്ല, തഫ്സീറിലുള്ളതാണ്. ആ ചൊല്ലിയോട് കൂടെ സാധനം വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അറിവ് കൊണ്ടാണ് പ്രവൃത്തി ഉണ്ടാക്കുക. എന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിന് അറിവ് കൊണ്ടാണ് സോൾവ് ചെയ്യുക. ആ അറിവ് കൊണ്ട് സോൾവ് ചെയ്യണമെങ്കിൽ അറിവിന് 100 വേണം. അതുകൊണ്ട് എൻലൈറ്റൻമെന്റ് ഓഫ് ദി എംപവർമെന്റ് ഓഫ് ദി സോൾ, ആത്മാവിന്റെ ശക്തിപ്പെടുത്തൽ, അതാണ് സെൽഫ് എസ്റ്റീം, ഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടാക്കുക. അതാണ് നമ്മളെ ബൗണ്ടറി ഹെൽത്തി ബൗണ്ടറി ആക്കുക.
നമ്മളെ ബൗണ്ടറി മറ്റു ആളുകൾ ഞാൻ എവിടെ അവസാനിക്കുന്നു മറ്റു വ്യക്തി എവിടെ തുടങ്ങുന്നു, ഞാൻ എവിടെ അവസാനിക്കുന്നു എൻ്റെ ഭാര്യ എവിടെ തുടങ്ങുന്നു, ഞാൻ എവിടെ അവസാനിക്കുന്നു എൻ്റെ മക്കളെ എവിടെ തുടങ്ങുന്നു. ഇന്ന് ബൗണ്ടറി ഉണ്ടായാലേ പറ്റുള്ളൂ, ഇന്നലെ റിലേഷൻ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഹെൽത്തി ബൗണ്ടറീസ് ഡിഫൈൻ ചെയ്യുക. അത് അപ്പോഴാണ് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകുക. ആൻഡ് ഡിസ്മാൻഡ്ലിംഗ് ദ പ്രോബ്ലംസ്. തല കൊണ്ട് അടിച്ചാൽ പൊട്ടാത്ത പ്രശ്നമല്ല. ഹൂ ഈസ് മോർ പവർഫുൾ, യു ഓർ യുവർ പ്രോബ്ലംസ്? നോ പ്രോബ്ലം ക്യാൻ വിത്ത്സ്റ്റാൻഡ് ദ അസൾട്ട് ഓഫ് സസ്റ്റൈൻഡ് തിങ്കിങ്. നിരന്തരമായ ചിന്തയുടെ അടി ഒരു പ്രശ്നത്തിനും താങ്ങാൻ കഴിയില്ല. പ്രശ്നം പൊട്ടിയേ പറ്റൂ, പൊട്ടും. ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ ആ അടിക്ക്, ചിന്തയുടെ അടിക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ 100 എടുക്കണം. ഇപ്പോൾ പല ആൾക്കാരും ഞാൻ നല്ല ബുദ്ധിപരമായ തീരുമാനം എടുത്തത് ആ ബിസിനസ് പൊട്ടി. ഞാൻ എൻ്റെ ഇപ്പോൾ 2 ദിവസം കൂടി ഒരാളിനോട് വിളിച്ചത് ഞാൻ എന്ത് ഏർപ്പാട് ചെയ്താലും അതെല്ലാം നശിക്കുക. ഞാൻ പക്ഷേ നല്ല ബുദ്ധിമാനാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ എനിക്ക് അങ്ങനെ ആ കഴിവുണ്ട് ഈ കഴിവുണ്ട്, ഞാൻ അവിടെ വെച്ച് മീറ്റിംഗ് നടത്തുമ്പോൾ വെച്ചിട്ട് അതാക്കും, പിന്നെ MD-നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, എന്തെല്ലാം പറയുന്നു. ഞാൻ പറഞ്ഞു പൊന്നാര മോനെ എനിക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം എനിക്ക് 100 ഇല്ല. അതുകൊണ്ട് നീ എടുക്കുന്ന തീരുമാനം ശരിയായ തീരുമാനമായിരുന്നില്ല. ആ തീരുമാനം എങ്ങനെയാണ് മനസ്സിലാക്കുക? അത് നമ്മുടെ ആത്മാവിൽ നിന്നാണോ തീരുമാനം വരേണ്ടത്? നമ്മൾ കെട്ടാൻ പോണ പെണ്ണ് അത് നമ്മളെ പെണ്ണിനെയാണോ എന്ന് ഇങ്ങനെ അറിയാം? അത് നമ്മളെ ഇവിടെ ഇല്ല, അത് ഇവിടെ അറിയാം, ആത്മാവിനെ. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ സൽഗുണങ്ങളും കഴിവുകളും ഇൻറ്റ്യൂഷൻസും ഇൻസ്റ്റിങ്ക്റ്റും ആ സാധനമാണ് എന്ത് ചെയ്യുക, നമ്മളെ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോഴേ നമുക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും ഏത് ബിസിനസ് സെലക്ട് ചെയ്താലും ആ ആത്മാവ് കൊണ്ട് സെലക്ട് ചെയ്താൽ അത് വിജയിച്ചേ പറ്റൂ. വിജയിക്കുന്നല്ല, വിജയിച്ചേ പറ്റൂ. പക്ഷെ ആത്മാവില്ലാതെ നമ്മളെ വികാരം കൊണ്ടും ചിന്ത കൊണ്ടും സെലക്ട് ചെയ്താലോ അത് താളിപ്പോവും. അത് ആത്മാവിൻ്റെ പവർ എടുക്കുക, ചിന്തിച്ച് ചിന്തിച്ച് ചിന്ത കൊണ്ട് അടിച്ച് പൊട്ടിക്കലാണ്. ആ പ്രോബ്ലത്തെ അടിച്ച് പൊട്ടിക്കലോട് കൂടി ആത്മാവിൽ നിന്ന് പരിഹാരം പുറത്തേക്ക് വരും. ആത്മാവിൽ നിന്ന് പരിഹാരം പുറത്തേക്ക്. സോ ഇങ്ങനെയാണ്. സോ ഈ സൈക്കിൾ ഇതാണ് നമ്മുടെ ലൈഫിലാക്കാൻ പോകുന്നത്. ഹൂ ഈസ് മോർ പവർഫുൾ, യു ഓർ യുവർ പ്രോബ്ലംസ്? നീയാണോ, നിന്റെ പ്രോബ്ലം ആണോ പവർഫുൾ? നമ്മളാണ് പവർഫുൾ. ആ നമ്മൾ പവർ വരുന്നത് നമ്മൾ ആത്മാവിൻ്റെ ശക്തിയും പവറും പുറത്തേക്ക് എടുക്കുക. അത് അറിവുകളെ, അത് സൽഗുണങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുക, നമ്മളെ കഴിവുകളെ പ്രയോഗവൽക്കരിക്കുക. അത് ആക്കുന്നതോടുകൂടി നമ്മുടെ പേഴ്സണാലിറ്റി, സെൽഫ് എസ്റ്റീം വർദ്ധിക്കും, ഹെൽത്തി ബൗണ്ടറി വരും, ഹെൽത്തി റിലേഷൻഷിപ്പ് ആകും, പ്രോബ്ലം പൊടിയും. അപ്പോൾ ഇത് ദിവസേന ഇപ്പോൾ ഒരു പ്രോബ്ലങ്ങളൊന്നും സോൾവ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ നല്ലൊന്ന് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളുടെ സൽഗുണങ്ങൾ പുറത്തേക്ക് എടുക്കാനുള്ള കുറേ ടെക്നിക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 10-300ഓളം വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും കണ്ടെടുത്ത് നോക്കാം. എന്നിട്ട് 2-3 മണിക്കൂറിൽ രാവിലെ നിങ്ങൾ ഒരു ദിവസം അതിന് മെനക്കെട്ട് നോക്കുക. പിറ്റേന്ന് നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്യും, പൊട്ടും. പൊട്ടിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കുക, പൊട്ടും. നിങ്ങളെ പ്രോബ്ലം പൊട്ടും. അതുകൊണ്ട് ഒന്ന് നിയ്യത്ത്, അല്ലാഹുവേ ഐ ആം ലിവിങ് ഫോർ യു ഇന്ന സ്വലാത്തി ഒരുസുഖി മഹ്യായ ഉമ്മത്തില്ല റബ്ബിൽ ആലമീൻ. റബ്ബേ എൻ്റെ അടുത്ത് കാര്യം വരുന്നത് എന്നെ കാണണം, സ്വർഗ്ഗം കിട്ടില്ല, എന്നെ കാണണം. ആ നെയ്യത്താണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒന്നാമത്തത്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് നമ്മുടെ നിസ്കരിച്ച എണ്ണോ മണ്ണോ അല്ല, നമ്മൾ ചെയ്ത നന്മകളുണ്ടാവും. ആർക്ക്? സജ്ജനങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റ് സമൂഹത്തിന്, പ്രപഞ്ചത്തിന്. അത് വെച്ച് ചോദിക്കുക. അതുകൊണ്ട് പിന്നെ ഈ പവർ എടുക്കുക. ഇത് 3 പ്രോബ്ലം ശരിയാക്കും. സോ ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്നതാണ് എൻ്റെ ലൈഫ് കോച്ചിങ്. അൽഹംദുലില്ലാ. പിന്നെ ഞാൻ ഏറെക്കുറെ ഒരു ധാരണ തന്നിട്ടുണ്ട്. അപ്പോൾ ഐഡന്റിറ്റി ഫൗണ്ടേഷൻ ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സൽഗുണങ്ങളെ വളർത്തിയിട്ട് പഴയ ഉള്ളിലുണ്ടാകുന്ന ദുർഗുണങ്ങളെ പുറത്താക്കി നമ്മൾ ഈ പുതിയ പുതിയ മൂല്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരില്ല. അത് ഓരോ ദിവസവും ഓരോന്ന് കൊണ്ടുവരിക. ഓരോ ദിവസം അങ്ങനെ 40 ഞാൻ അവർ കൊടുക്കൽ മാത്രമല്ല, 10-300 വാക്ക് വേറെ കൊടുത്തും. അതെല്ലാം നമ്മൾ എത്രത്തോളം ആവർത്തിച്ച് വായിക്കുകയും ആവർത്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു, അത്രത്തോളം നമ്മൾ വലുതായി വരും. പ്രോബ്ലം സോൾവ് ആകും, ഭാര്യയും ഭർത്താവുള്ള വിഷയം ശരിയാകും, സാമ്പത്തികം ശരിയാകും, എല്ലാം ശരിയാകും. ശരീരത്തിൻ്റെ രോഗടക്കം കംപ്ലീറ്റ്. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ആത്മാവിൽ അല്ല എല്ലാം. ആ ആത്മാവിന് അല്ല അതിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ വെച്ചത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ. ഇനി ജാഹിരി ഫിൽ ഖലീഫ വല യജ്അൽ അല്ലാഹു ലിൽ കാഫിരിന അൽ മുഅ്മിനീന സബീല. കാഫിറിന്റെ മേൽ, മുഅ്മിന്റെ മേലിൽ കാഫിറിന് ഒരു അധികാരവും ഇല്ല, ഒരു മാർഗവുമില്ല. പിന്നെ എങ്ങനെ ചെയ്താൽ മനുഷ്യന്റെ മേത്തുണ്ടാകുന്നത്? ബിക്കോസ് വി ആർ ലെറ്റിംഗ് ഇറ്റ്. നമ്മൾ അനുവദിക്കുന്നുണ്ടാണ്, നമ്മൾ വീക്കായി കൊടുക്കുന്നതുകൊണ്ടാണ് ശൈത്താൻ നമ്മൾ അവർ പറയുന്നത്. സിഗരറ്റ് കൊള്ളുന്നത് നമ്മൾ വീക്കാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ദേ ഡു നോട്ട് ഹാവ് ദ പവർ മോർ ദാൻ വാട്ട് യു ഗിവ് ടു ദം. നമ്മൾ അവർക്ക് കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് ശക്തി അവർക്കില്ല. അതുകൊണ്ട് ഇനി ജാഹിരിഫില്ലാത്ത ഖലീഫ വല യജ്അൽ അല്ലാഹു ലിൽ കാഫിരിന അൽ മുഅ്മിനീന സബീല വല യജ്അൽ അല്ലാഹു ലിൽ കാഫിരിന അൽ മുഅ്മിനീന സബീല. അതുപോലെ
കറവന ബനി ആദം, ആദം സന്ധിക്ക് അള്ളാഹു ബഹുമാനിച്ചു. ഈ ആയത്തിലൊക്കെ പറയുന്നത് ജിന്നുകളെക്കാൾ എത്രയോ ഉയർന്ന തട്ടില്ല നമ്മളുള്ളത്, ശൈത്താന്മാരെക്കാളെ എത്രയോ ഉയർന്ന തട്ടില്ല. പിന്നെ ഈ ശൈത്തൻ്റെ മേലെ കയറണമെങ്കിൽ ഈ ശൈത്താൻ ഇവിടുന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് താന്നുന്നതല്ലേ. ഏയ് ഈ ഉയരത്തിൽ നിൽക്കുന്ന ഈ ചങ്ങാതിൻ്റെ മേലേക്ക് ശൈത്താൻ കയറണമെങ്കിൽ ഈ ചങ്ങാതി ഇങ്ങോട്ട് താന്നുകൊണ്ടല്ലേ കയറുന്നത്. യെസ്. അപ്പം അതുകൊണ്ട് ഇത് ഊതി റൊക്കിയ ചെയ്ത് പിന്നെ അങ്ങനെ ആക്കിയാക്കുന്നതൊന്നും കാര്യം നടക്കൂല. ആ ഏത് വ്യക്തിക്ക് അത് കൊണ്ടത് അവന് ആണ് ഫ്രീ ചെയ്ത പിന്നെ സകലാണ് പോയി, പിന്നെ ആ സാധനം ഉണ്ടാവില്ല. ഒന്ന് ഈ സാധനം ഉണ്ട്, ഇന്ന് ചെയ്താണ്ട് പറഞ്ഞതിന് അധികം ഈ പിന്നെ കരിഞ്ചീരകളാക്കിയാണ് വിടുന്നത് അധികം. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ മൊത്തത്തിൽ പുതിയ മെമ്പേഴ്സും കൂടി ഇതിലുള്ളതുകൊണ്ട്, പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വ്യാപ്തിയിൽ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റെക്കോർഡ് ഞാൻ എന്ത് ചെയ്യാം, പബ്ലിക്കായിട്ട് വിടാം. കാരണം ക്ലാസ് പബ്ലിക്കാകുമ്പോൾ റെക്കോർഡ് പബ്ലിക്കാക്കാമല്ലോ. പിന്നെ ക്ലാസ്സിനെ കുറിച്ച് അറിയേണ്ടുന്ന ആളുകളുണ്ടെങ്കിൽ അത് നമുക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. സോ ഇങ്ങനെ പോസിറ്റീവ് 100 എങ്ങനെ എടുക്കുക, കൂടുതൽ 100 എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നത് ടെക്നിക്ക് ശരിക്കും പഠിപ്പിച്ചിട്ട് ആ 100 കൊണ്ട് നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന, നിങ്ങളെ സ്റ്റാൻഡ് എലോൺ, നിങ്ങളെ സ്വന്തം കാലിൽ നിർത്തുന്ന അതാക്കി മാറ്റുക. അതിൽ നമ്മൾ ഇസ്ലാമികമായ കാര്യങ്ങൾ പറയുമ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പോലെയുള്ള പണ്ഡിതന്മാരെന്ന് പറയും. സയൻസ് പറയുമ്പം ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള ആളുകൾ എന്ന് പറയും. മെഡിസിൻ പറയുമ്പം ലോകാരോഗ്യ സംഘടനയെ കുറിച്ച് പോലുള്ള ആളുകൾ പറയും. കൊല്ലമാരെയും കേരളത്തിലെ ഒരൊറ്റ മല്ലക്കാരുടെ പേരുകൾ കേൾക്കൂല നമ്മളാവുന്നത്. ഓക്കെ. സോ അത്രയും ഒത്തന്റിക് ആണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ചേർന്നോളൂ. 20-ാം തീയതി ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോഴുള്ള ബാച്ച് 2 ദിവസം കൊണ്ട് തീർക്കും. 20-ാം തീയതി പുതിയ ബാച്ച് തുടങ്ങും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. സോ ഇന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറഞ്ഞ വിഷയമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്, നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ബിസ്മില്ലാ. മടിക്കണ്ടേ, ചോദിച്ചോളൂ. ഇവിടെ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്. എനിബഡി? നോ ബഡി. ഒരാൾ തുടങ്ങി ഒരാൾ തുടങ്ങിക്കോളും. ആരെങ്കിലും ഒരാൾ തുടങ്ങി. ഫാസിലെ മനസ്സിലാക്കും. ഓഹോ, നോ പ്രോബ്ലം. റെക്കോർഡ് ചെയ്തത് ഐ വിൽ സെൻഡ് യു ദ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ ഇൻഷാ അല്ലാഹ്. നജാത്തി ഇസ് ദർ? മനസ്സിലാക്കാത്ത നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ, ഒരു ആർക്കോ ഫ്രണ്ടിന്റെ കുറവുണ്ട്. എന്നിട്ട് തീ പൊള്ളിയതാ? അല്ലാഹ് ശിഫയാക്കട്ടെ. ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ നിങ്ങൾ, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഇൻഷാ അല്ലാഹ്. യെസ് അബ്ദുസമദ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. അബ്ദുസമദ് നിങ്ങൾ പിന്നെ പറഞ്ഞിരുന്നല്ലോ. യെസ്, എല്ലാവരും ഇതിൽ ഫ്രണ്ടിൽ വരില്ല, സംസാരിക്കുന്നവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വന്നോളും. ഇൻഷാ അല്ലാഹ്. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ, നമ്മളെ ഗ്രൂപ്പുണ്ട്, നമ്മളെ പിന്നെ ഗ്രൂപ്പിൻ്റെ എന്താ പറയുക, ഗ്രൂപ്പിൽ മെമ്പർ ആവാത്തവരുണ്ടെങ്കിൽ ആവണമെങ്കിൽ അതിൽ നിങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ, ഞാൻ അയച്ചു തരാം, ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് കയറാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ബാറകല്ലാഹ്, ജസാക്കല്ലാഹ് ഖൈർ. ഞാൻ സംശയം എന്തെങ്കിലും നമുക്ക് ഗ്രൂപ്പിലൂടെ ഡിസ്കസ് ചെയ്യാം. ശരി, അസ്സലാമു അലൈക്കും.